السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. فأنت نور الهدى في كل كائنة وأنت نور الندى يا خير معتمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أمة سيدنا محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുന്നി യുവജന സംഘത്തിന്റെ രണ്ടാം മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സയ്യിദ് അബ്ദുറഹ്മാൻ റഫ്രി തങ്ങൾ അവരുടെ ഈ പരിപാടിയെ ധന്യമാക്കുന്ന SYSന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റു കീഴ്ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട ഭാരവാഹികളായ സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട സയ്യിദ് സഖാഫ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ജിഫ്രി തങ്ങൾ, ബഹുമാനപ്പെട്ട ടി.കെ. മുഹമ്മദ് കുട്ടി ഫൈലി, പ്രിയങ്കരനായ അബ്ബാസ് മവാഹിരി, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫൈലി തലക്കശ്ശേരി, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹലിന്റെ പ്രഗത്ഭരായ നായകന്മാർ, മഹലിന്റെ പ്രസിഡന്റ് കെ.പി. മമ്മിക്കുട്ടി മാസ്റ്റർ, മഹലിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ, പ്രിയപ്പെട്ട സിദ്ദീഖ് റഹ്മാനി, ഈ വേദിയെ ധന്യമാക്കുന്ന മറ്റു പ്രഗത്ഭരായ സഹപ്രവർത്തകർ, ഈ പരിപാടിയുടെ സംഘാടകരായ ബഷീർ മാസ്റ്റർ, മുനീർ അൻവരി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ
ലോക മുസ്ലിങ്ങൾ വളരെയേറെ സന്തോഷത്തോടുകൂടെ പുണ്യമായ മീലാദ് ആഘോഷിക്കുമ്പോൾ മീലാദുൽ മൈമൂനൻ കാമില ഖദ് ജാഅ ഫിൽ ഇസ്ലാമി ഈദൻ അക്ബറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ മീലാദ് ഒരു ബലിപെരുന്നാൾ വരുന്ന സന്തോഷത്തോടുകൂടെയാണ് മുസ്ലിം ലോകത്തിന് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായി ഈ ഭൂലോകത്തേക്ക് മുത്തുനബിയുടെ ജന്മം നടക്കുമ്പോ അതിൽ പ്രത്യേകമായി സന്തോഷിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സമയങ്ങളെ, ദിവസങ്ങളെ, മാസങ്ങളെ, സ്ഥലങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ, അവിടുത്തെ അനുയായികളെ, മുത്തുനബിയുടെ നാടിനെ, ജന്മനാടിനെ, അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യമായ മദീനയെ എല്ലാത്തിനെയും സ്നേഹിക്കുക എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ സമ്പൂർണതയാണ്. അതിൽ പുണ്യമായ റബീഉൽ അവ്വലിൽ അവിടുത്തെ മദ്ഹ് പറയുകയും പാടുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നത് മാറ്റി നിർത്തപ്പെടണം എന്ന് ചിന്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഏറ്റവും വലിയ അബദ്ധമാണ്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും വളരെ നൂറ്റാണ്ടുകളായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദും അതിനോടനുബന്ധമായ ആഘോഷ പരിപാടികളും നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് സദസ്സുകൾ മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന, അവിടുത്തെ പ്രകീർത്തിക്കുന്ന, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വരച്ചു കാട്ടുന്ന ദഅവത്തിന്റെ സദസ്സുകൾ, ഇസ്ലാമിക പ്രചരണത്തിന്റെ മനോഹരമായ സദസ്സുകൾ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന സദസ്സുകൾ, മദ്ഹ് പാടുന്ന പറയുന്ന സദസ്സുകൾ, മൗലിദിന്റെ സദസ്സുകൾ, എത്രയോ നന്മകൾ മാത്രമാണ് ഈ പുണ്യകർമ്മത്തോടനുബന്ധിച്ച് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നന്മകളെ ഇല്ലാതാക്കാൻ ആരൊക്കെ എങ്ങനെ പരിശ്രമിച്ചാലും ഓരോ വർഷവും സത്യവിശ്വാസികൾ പുണ്യമായ മീലാദും അതിനോടനുബന്ധമായ ആഘോഷ പരിപാടികളിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വരികയാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കാനും അന്നദാനം നടത്താനും മധുരപലഹാരം വിതരണം ചെയ്യാനും മഹാന്മാരായ മുൻഗാമികൾ അവർ കാണിച്ച ആവേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിന്, ആ മീലാദിന്റെ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവനും മുത്തുനബിയുടെ മീലാദിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ സയ്യിദുൽ താബഈൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ, ആ മഹാന്മാരുടെ മാതൃകയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദ് സത്യവിശ്വാസികൾ വളരെ മനോഹരമായി കൊണ്ടാടുന്ന അതിന്റെ ഭാഗമായി സുന്നി യുവജന സംഘം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ, അതിന്റെ ഭാഗമായി ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ സംഘാടകർക്ക്, സഹായികൾക്ക്, സാമ്പത്തികമായി സഹായിച്ചവർക്ക്, പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പുണ്യമായ സദസ്സിന്റെ അവസാനം പ്രത്യേകമായ കൂട്ടപ്രാർത്ഥന, വളരെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസ്, മദ്ഹിന്റെയും മൗലിദിന്റെയും സ്വലാത്തിന്റെയും സദസ്സ്, ഈ സദസ്സിൽ ഏറ്റവും നാം ആഗ്രഹിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത് അവസാനം നടക്കുന്ന കൂട്ടപ്രാർത്ഥനയാണ്. സ്നേഹപ്രപഞ്ചമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സ്നേഹിച്ചാലും, ആ സ്നേഹം എത്ര സമർപ്പിച്ചാലും മതി തീരാത്ത, കൊതി തീരാത്ത സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ, സ്നേഹം ഹൃദയത്തിൽ ഏറ്റവും വലിയ മനോഹരമായി പ്രകാശിക്കാൻ രാജാതിരാജനായ റബ്ബ് തആല നമുക്ക് കനിഞ്ഞരുളിയ ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനമാണ്
മുത്തുനബിയെ സത്യവിശ്വാസികൾ അങ്ങേയറ്റം സ്നേഹിക്കണമെന്നത് അത് അള്ളാന്റെ താല്പര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ മധുരം. സത്യവിശ്വാസി ഒരാൾ മുഅ്മിനാവുക, ഈമാനുള്ളവനാവുക. ആ ഈമാനിന്റെ മാധുര്യം 3 കാര്യങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഒന്ന്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും എല്ലാത്തിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക. മുത്തുനബിയോടുള്ള മഹബത്ത്, രാജാതിരാജനായ റബ്ബിനോടുള്ള മഹബത്ത്, അത് ഈമാനിക മാധുര്യത്തിന്റെ അടയാളമാണ്. ഈമാനിന്റെ രുചി അനുഭവിച്ചവൻ മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യൻ വറസൂലാ. അല്ലാഹുവാണ് റബ്ബ് എന്ന് വളരെ സംതൃപ്തിയോടുകൂടെ പ്രഖ്യാപിച്ചവൻ. അല്ലാഹുവാണ് റബ്ബ്, അത് മനസ്സിന്റെ റിളയാക്കിയവൻ, മനസ്സിന്റെ പൊരുത്തമാക്കിയവൻ. ഇസ്ലാമാണ് പരിശുദ്ധമായ മതം, അതിൽ ആവേശവും താല്പര്യവുമുള്ളവൻ. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബി, മുത്തുനബിയാണ് റസൂൽ. അത് വളരെ പൊരുത്തത്തോടുകൂടെ പ്രഖ്യാപിച്ചവനാണ്. ഈമാനിന്റെ രുചി അനുഭവിച്ചവൻ എന്ന് മറ്റൊരു ഹദീസിൽ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈമാനിന്റെ മധുരവും രുചിയും ഏത് വലിയ പ്രതിസന്ധികൾ വന്നാലും, ഏത് വലിയ പരീക്ഷണങ്ങൾ വന്നാലും മഹാന്മാർക്ക് ആവേശമായത് ആ മധുരമായിരുന്നു. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ വേദനകൾ അനുഭവിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ചങ്ങലക്കെട്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ വലിച്ചിറക്കുമ്പോ നെഞ്ചത്ത് ഭാരമേറിയ പാറകൾ കയറ്റിവെച്ച് ചാട്ടവാറ് കൊണ്ട് ഓരോ അടി കിട്ടുമ്പോഴും പുഞ്ചിരിയോടുകൂടെ പറയുന്നത് അഹദ് 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 എന്ന രാജാതിരാജനായ റബ്ബിന്റെ തൗഹീദിന്റെ, അല്ലാഹുവിനോടുള്ള മഹബത്തിന്റെ, ഈമാനിന്റെ പ്രഖ്യാപനമായിരുന്നു. ചാട്ടവാറിന്റെ അടികൊണ്ട് വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല. വലിയ നെല്ലത്ത് കയറ്റിവെട്ടിയ പാറക്കെട്ടുകൊണ്ട് മഹാനവറുകളെ കഷ്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് മഹാനവറുകളെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ അതിനേക്കാൾ, ഈ ശത്രുക്കളുടെ വേദനകളെക്കാൾ ഖൽബിലുണ്ടായത് തൗഹീദിന്റെ അനുഭവമാണ്. അല്ലാഹുവിനോടുള്ള മഹബത്തിന്റെ രുചിയാണ്, ആ മധുരമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറയുമ്പോ സക്കറാത്തിന്റെ വേദന, ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന്റെ കഠിനമായ വേദനയുണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദന. ലോകത്ത് ഏത് വലിയ ശിക്ഷകൾ കിട്ടിയാലും അതിനേക്കാൾ വലിയ വേദനയാണ് മരണത്തിന്റെ വേദന. ഉമയ്യത്തിന്റെ ചാട്ടവാറോ പാറക്കല്ലുകളോ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയോ ആയിരുന്നില്ല. മരണത്തിന്റെ വേദന അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ 10 മടങ്ങാണ്. ആ സക്കറാത്തിന്റെ ഘട്ടത്തിൽ കൂടെയുള്ളവർ, പ്രിയപ്പെട്ട പത്നി ഉൾപ്പെടെയുള്ളവർ ആ മരണത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ പുഞ്ചിരിയോടുകൂടെ പറഞ്ഞതെന്താ? എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, വേദനിക്കുന്നത്? വാ ഖറബാ غدا ألقى الأحبة محمدا صلى الله عليه وسلم وحزبا. എന്തിനാണ് നിങ്ങൾ കരയുന്നത്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ ഏറ്റവും വലിയ സന്തോഷത്തിലാണ്, ഞാൻ ഏറ്റവും വലിയ ആഹ്ലാദത്തിലാണ്, ഞാൻ ഏറ്റവും വലിയ മധുരമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ മധുരം? ഒരു പ്രതീക്ഷയുടെ മധുരം, ഒരു അനുഭവത്തിന്റെ മധുരം. നാളെ ഞാൻ കണ്ടുമുട്ടുന്നത് എന്റെ ഹബീബിനെയാണ്. ഞാൻ എന്റെ മുത്തുനബിയെ കാണാൻ പോകുന്ന ദിവസമാണ്, എന്റെ ഹബീബിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ മരണത്തിന്റെ വേദനകൾ മറന്നുപോയി, അതിന്റെ കഷ്ടപ്പാടുകൾ അറിയുന്നില്ല. ആ മധുരം നാളെ മുത്തുനബിയെ കാണാമല്ലോ. എത്രയോ കാത്തിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ നാൾ മുതൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കാത്തിരിക്കുന്നതാണ്. മുത്തുനബിയിലേക്ക് ചെന്ന് ചേരണം, കാണണം.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നാം ഒക്കെ മദീനത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. മദീനത്തെ പള്ളി കാണാൻ, മദീനയുടെ മണ്ണ് കാണാൻ, അവിടെയൊന്ന് കാലുകുത്താൻ, ആ പച്ചപ്പുക്ക കാണാൻ. മഹാന്മാരായ സഹാബിമാര് മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നേർക്ക് നേരെ സലാം പറഞ്ഞതുപോലെ മദീനത്തിൽ നിന്ന് നേർക്ക് നേരെ ഹബീബിനോടൊന്ന് സലാം പറയാൻ, ആ മുത്തുനബിയെ കാണാൻ, അവിടുത്തെ നാട് കാണാൻ എല്ലാവരും മദീനത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് മുത്തുനബിയോടുള്ള മഹബത്താണ്. എന്നാൽ ഒരാൾ പറയുന്നു, എനിക്ക് മദീന വേണ്ട, ഇവിടെ നിൽക്കാൻ വയ്യ, മദീനത്തെ പള്ളിയിലേക്ക് കടക്കാൻ വയ്യ, മദീനത്തെ പള്ളി കാണാൻ വയ്യ. ഖലീഫയോട് സമ്മതം വാങ്ങുകയാണ്. അമീറുൽ മുഅ്മിനീൻ, എന്നെ നാട് വിടാൻ സമ്മതിക്കണം. ആര്? മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. മദീനത്തേക്ക് പോകുന്നത് ഏറ്റവും വലിയ ഇസ്തുകൊണ്ട്, മദീനയോട് വിട പറയുന്നത് അതിനേക്കാൾ എത്രയോ 10 മടങ്ങുള്ള ഇസ്തുകൊണ്ട്, നബിയോടുള്ള മഹബത്ത് കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനത്ത് നിൽക്കാൻ വയ്യ. അല്ലാഹു നമ്മുടെയൊക്കെ മഹബത്ത് വർദ്ധിപ്പിക്കട്ടെ. പരലോകത്ത് വിജയിക്കാൻ ആ സ്നേഹമാണ് നമ്മുടെ മുതൽക്കൂട്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. മുത്തുനബിയെ അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവർ, രാജാതിരാജനായ റബ്ബിന് അവരോടുള്ള മറുപടി സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചവർ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ടല്ലോ. പുണ്യമായ മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോ, പരിശുദ്ധമായ ഉംറക്ക് പോകുമ്പോ മദീനയിലേക്ക് ആളുകളെ കൊണ്ടുപോകാത്തവർ, മദീനത്ത് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, മദീനയെ അവഗണിക്കുന്നവർ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവഗണിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലയെ മാത്രം, അതാണ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിനെ മാറ്റിവെക്കുന്നവർ, ആ വിശ്വാസക്കാരുടെ പഴമക്കാർ, അവരോടാണ് രാജാതിരാജനായ റബ്ബിന്റെ മറുപടി, നിങ്ങൾ അല്ലാഹനെ മാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ നബിയെ അവരോട് മറുപടി പറഞ്ഞു കൊടുക്കണേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ ഷർത്താണ് ഫത്തബിഊനി, മുത്തുനബിയെ പിൻപറ്റണം, റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യണം. എന്നാലോ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. فجعل الله سبحانه وتعالى اتباع الرسول, പടച്ച റബ്ബ് മുത്തുനബിയെ ഇത്തിബാഅ് ചെയ്യുക എന്നത് മശ്റൂതൻ ബി മഹബ്ബതിഹിം ലില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ പോരാ, ആ സ്നേഹം സമ്പൂർണ്ണമാകാനുള്ള ഷർത്താക്കി വെച്ചു. വശർത്തൻ ലി മഹബ്ബത്തില്ലാഹി ലഹും, അല്ലാഹു അവരെ ഇഷ്ടപ്പെടണമെങ്കിൽ, പടച്ച റബ്ബ് നമ്മെ സ്നേഹിക്കണമെങ്കിൽ അതിനുള്ള ഷർത്താണ് റസൂലുള്ളാഹിനെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ഇത്തിബാഅ് ചെയ്യണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഇത്തിബാഇന്റെ അടിത്തറ മഹബ്ബത്താണ്. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് ചെയ്യാതെ, കലവറയില്ലാതെ, പരിധികളില്ലാതെ, അങ്ങേ അറ്റം സ്നേഹിക്കാതെ ഒരു ഇത്തിബാഅ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുകൾ പരിചയപ്പെടുത്തിയിട്ടില്ല. മുത്തുനബിയോടുള്ള ഇത്തിബാഅ് മഹബ്ബത്തിന്റെ അടിത്തറയിലുണ്ടാകുന്നതാണ്. ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ മദ്ഹ് വേണം, പ്രകീർത്തനങ്ങൾ വേണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദമാണ്, ഏറ്റവും വലിയ വിജയമാണ്. ഫമദ്ഹുഹു ലം യസൽ ദഅബി മദാ ഉമരി വഹുബ്ബുഹു ഇൻദ റബ്ബിൽ അർശി മുസ്തനദി. അർശിന്റെ ഉടമസ്ഥനായ രാജാതിരാജനായ റബ്ബിന്റെ അടുത്ത് മുത്തുനബിയോടുള്ള മഹബ്ബത്താണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. അതാണ് നമ്മുടെ അവലംബം. രാജാതിരാജനായ റബ്ബിന്റെ അടുത്ത് വിജയിക്കാൻ നമ്മുടെ അവലംബം റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. മലയാളക്കരയുടെ അഭിമാനമായി,
മലയാളത്തിന്റെ വാനമ്പാടിയായി ഈ കേരളക്കരയിൽ നിന്ന് പുണ്യമായ മദീനത്ത് പോയിട്ട് മുത്തുനബിയുടെ മനോഹരമായ മദീന്റെ ഗീതം ആലപിച്ച സയ്യിദുനാ ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോടുള്ള മഹബ്ബത്ത്, അതാണ് അവിടുത്തെ മദ്ഹ്, അതാണ് ഖൈറുൽ അമൽ, ഏറ്റവും ഉന്നതമായ അമൽ. നബിയോട് സ്നേഹം വെക്കലും അമലാണ്, നബി ത്വാഹ മദ്ഹിനെ ചൊല്ലലും ഖൈറാണ്, ഉമാൻ കൊതിയലേ ഞാൻ വീട്ടലുമാണ്, നേരായ പാത നമുക്ക് ആഹുബാണ്. അമീനരെ സ്നേഹിച്ച മർത്യനുണ്ട്, അള്ളാന്റെ കരുണ കിട്ടലും പതിവുണ്ട്, അന്ത്യാശുപാർശ കർഹത അവനുണ്ട്, അക്കാര്യം റസൂലരുളിയിട്ടുണ്ട്. ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ടല്ലാതെ നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാജാതിരാജനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അത് എത്ര പറഞ്ഞാലും തീരാത്തതാണ്. പഠിച്ചവർ, ചിന്തിച്ചവർ, മുത്തുനബിയുടെ ആന്തരികമായ ആശയങ്ങൾ ചിന്തിച്ചവർ, അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ്. ഫീ മആനികൽ അലാമു ഖദ് തബദ്ദത് ഹായിരീനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യങ്ങൾ എന്താണ്? മുത്തുനബിയുടെ ആന്തരികമായ അർത്ഥങ്ങൾ എന്താണ്? അത് കണ്ടുപിടിക്കാൻ, അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും അമ്പരപ്പാണ് സംഭവിച്ചത്. ഹബീബുൻ യുഗാറുൽ ബദറു മിൻ ഹുസ്നി വജ്ഹിഹി തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. ഇത് ഹബീബാണ്, ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബുൻ യുഗാറുൽ ബദറു മിൻ ഹുസ്നി വജ്ഹിഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ, മുഖ സൗന്ദര്യത്തിന്റെ മുന്നിൽ പരിപൂർണ ചന്ദ്രൻ പോലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നു. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ സുന്ദരനാണ്. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം അത് കാണാനും ഉൾക്കൊള്ളാനും പറ്റുന്ന സൗന്ദര്യമായിരുന്നു. മുത്തുനബിയുടെ സൗന്ദര്യം കാണാനും ഉൾക്കൊള്ളാനും കഴിയുന്നതിനപ്പുറമുള്ള അതിനേക്കാൾ വലിയ മഹാസൗന്ദര്യമായിരുന്നു. തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? മുത്തുനബിയുടെ ആശയങ്ങൾ എന്താണ്? അത് വർണ്ണിക്കുന്ന കാര്യത്തിൽ വലിയ വലിയ ചിന്തകന്മാർ, വലിയ വലിയ ബുദ്ധിമാന്മാര് അവരെ പോലും പരിഭ്രമിച്ചു പോയി. എഴുതാൻ കഴിഞ്ഞില്ല, രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ബലഗൽ മുദ്ദഅഹു ഫീ ഔഫിഹി ഫമാ ബലഗ بالغ معشر ماء بما في البال بال بالغ المدع في أوصافه فما بلغ. മദ്ഹ് പറയുന്നവർ അവർ ഒരുപാട് പറയാൻ ശ്രമിച്ചു. പറഞ്ഞതിലും എഴുതിയതിലും പാടിയതിലും പരമാവധി അവർ പറഞ്ഞു. പക്ഷേ ഫമാ ബലഗ്, അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. മദ്ഹിന്റെ അറ്റത്തെത്താൻ, പ്രകീർത്തനത്തിന്റെ 7000 പോലും എത്തിപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാത്ഭുതമാണ്. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, لقد بلغ من فضيلتك عند الله أن أقسم بحياتك دون سائر الأنبياء. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയത്, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ശ്രേഷ്ഠത അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് രാജാതിരാജനായ റബ്ബിനല്ലേ? അങ്ങയുടെ രഹസ്യങ്ങൾ അറിയുന്നത് പടച്ച റബ്ബിനല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിൽ അങ്ങയുടെ ജീവിതം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു നബിയേ. അത് കഴിഞ്ഞു പോയ ഒരു നബിമാരുടെ ജീവിതവും ആ ജീവിതത്തെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല.
വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിടിച്ചിട്ടാണ് പടച്ച റബ്ബ് സത്യം ചെയ്ത് പറയാറുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സത്യം പ്രഖ്യാപിക്കാറുള്ളത്. 1,24,000 പ്രവാചകന്മാരിൽ വലിയ വലിയ മഹാന്മാര് കഴിഞ്ഞുപോയി. ഒരൊറ്റ നബിയുടെ ജീവിതത്തെ പിടിച്ച് പടച്ച റബ്ബ് സത്യം ചെയ്തിട്ടില്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ അങ്ങയുടെ ജീവിതത്തെ പിടിച്ചാണയിട്ടു അല്ലാഹു ലഅംറുക ഇന്നഹും ലഫീ സക്രതീം യഅമഹൂൻ. ലഅംറുക നബിയേ അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. മുത്ത് നബിയേ അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യം. ഒരാളുടെ ജീവിതത്തെ പിടിച്ച് പടച്ച റബ്ബ് ആണയിട്ടിട്ടുണ്ടെങ്കിൽ, സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുത്ത് നബിയെ അങ്ങേ പിടിച്ച് മാത്രമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, പിന്നെയോ വലഖദ് ബലഗ മിൻ ഫളീലതിക ഇൻദഹു, രാജാതിരാജനായ റബ്ബിന്റെ അടുത്ത് അങ്ങയുടെ ശ്രേഷ്ഠത ഞങ്ങൾ മനസ്സിലാക്കി. അൻ അഖ്സമ ബിബലദിക, അങ്ങയുടെ നാടിനെ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബ് സത്യം ചെയ്തു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, പരിശുദ്ധമായ മക്കയെ കുറിച്ചാണ് പറഞ്ഞത്. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. ഏതാ നാട്? മക്ക എന്ന നാട്. മക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യം ചെയ്യുമ്പോൾ പറഞ്ഞത് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, അത് അങ്ങയുടെ നാടാണ് നബിയേ. മക്കയെ പിടിച്ചുകൊണ്ട് റബ്ബ് സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, അത് അങ്ങയുടെ നാടാണ്, അത് അങ്ങയുടെ ജന്മനാടാണ്, അത് അങ്ങയുടെ ജീവിതത്തിന്റെ സ്വന്തം നാടാണ് നബിയേ. വവാലിദിൻ വമാ വലദ്, വവാലിദിൻ വമാ വലദ്, അതിനെ വ്യാഖ്യാനിച്ച മഹാന്മാരായ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞത് വവാലിദിൻ എന്ന് പറഞ്ഞാൽ ആ വാലിദ്, ആ ഉപ്പ, ആ പിതാവ്, ആ പിതൃത്വം, ഒരു പിതൃത്വത്തെ തന്നെയാണ് സത്യം. ഏതാണ് ആ പിതൃത്വം? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ആ പരമ്പരയിലാണ് മുത്തുനബി ജനിച്ചത്. വവാലിദിൻ, ഇബ്രാഹിം ഈ പാരമ്പര്യമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ പാരമ്പര്യത്തെ തന്നെയാണ് സത്യം. വമാ വലദ്, അവരുടെ സന്താനത്തെ തന്നെയാണ് സത്യം. അവരുടെ സന്താനമേതാ? മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം. വമാ വലദ്, ആ ജന്മമേതാണ്? ഒരു ജന്മത്തെ പിടിച്ച് പടച്ച റബ്ബ് സത്യം ചെയ്തു. അതാരുടെ ജനനമാണ്? ഒരു ജനനത്തെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്തിട്ടുള്ളത്. അത് ലോകത്ത് ഒരു നബിക്കും കിട്ടാത്ത മഹത്വമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ജന്മത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഒരേ ഒരു ജന്മത്തിലെ പടച്ച റബ്ബ് സത്യം ചെയ്തിട്ടുള്ളൂ. അത് ഹബീബായ മുത്തുനബിയുടെ ജന്മമാണ്. ആ ജന്മത്തിലാണ്, ആ ജന്മത്തിന്റെ ദിനത്തിലാണ്, ആ ജന്മത്തിന്റെ മാസത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. പിന്നെയോ പരിശുദ്ധമായ ഖുർആൻ പിന്നെയും സത്യം ചെയ്തിട്ടുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വൽ അസ്ർ, അസ്ർ സമയത്തെ തന്നെയാണ് എന്ന അർത്ഥമുണ്ട്. അതിന് വ്യാഖ്യാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മഹാന്മാരായ ആളുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അന്നഹു അഖ്സമ ബി സമാനി റസൂലില്ലാഹ്, മുത്തുനബിയുടെ കാലം എന്നതാണ് അതിന്റെ ആശയം. വൽ അസ്ർ, റസൂലുള്ളാഹിന്റെ കാലത്തെ തന്നെയാണ് സത്യം. സമയത്തിന്റെ, പകൽ സമയത്തിന്റെ അവസാന ഭാഗമാണ് അസ്ർ. ഈ ലോകത്തിന്റെ അവസാന കാലമാണ് മുത്തുനബിയുടെ കാലം. അതുകൊണ്ട് അസ്ർ എന്നത് അത് റസൂലുള്ളാഹിന്റെ സമാനാണ്, അത് മുത്തുനബിയുടെ കാലമാണ്. ആ കാലത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചപ്പോ, മുത്തുനബിയുടെ മഹത്വം പറഞ്ഞപ്പോ, അപ്പോഴൊക്കെ പരിശുദ്ധമായ ഖുർആൻ സത്യം ചെയ്തുകൊണ്ടാ പറഞ്ഞത് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. എന്തിനാണ് സത്യം ചെയ്യാറുള്ളത്? പരിശുദ്ധമായ ഖുർആനിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് സത്യം ചെയ്ത് പറയുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് സത്യം ചെയ്യുന്നു. ഇവിടെ അല്ലാഹുവിന്റെ കലാമിനെ പിടിച്ചുകൊണ്ടാണ് സത്യം. പരിശുദ്ധമായ ഖുർആൻ, വൽ ഖുർആനിൽ ഹകീം,
രാജാതിരാജനായ റബ്ബിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ് അല്ലാഹു. എന്താ സത്യം ചെയ്ത് പറഞ്ഞത്? ഇന്നക ലമിനൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങയുടെ മുത്തുനബിയേ, റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നത്, മുത്തുനബിയുടെ റിസാലത്തിന്റെ പ്രാധാന്യം പറയുന്നത് ഖുർആൻ പഠിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. സ്വന്തം ഇഷ്ടപ്രകാരം ഒരക്ഷരം മുത്തുനബി പറഞ്ഞിട്ടില്ല. ഒരക്ഷരം, ഒരു വാക്ക് റസൂലുള്ള സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. രാജാതിരാജനായ റബ്ബിൽ നിന്ന് വഹ്യ് കിട്ടാതെ അത് തന്റെ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, പ്രിയപ്പെട്ട ഖദീജ ബീവിയോട് ആ പരിശുദ്ധമായ മുത്തുനബി അവിടുത്തെ സ്വകാര്യ സംഭാഷണം നടത്തുന്നത് പോലും, മണിയറയിലെ സല്ലാപം പോലും പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ അവരോട് താരാട്ട് പറയുന്നത്, അവരോട് കൊഞ്ചിക്കുഴയുന്നത്, അതുപോലും അത് കുടുംബത്തിന്റെ സ്വകാര്യ സംഭാഷണം പോലും, തമാശ പറയുന്നത് പോലും മുത്തുനബി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് വഹിയല്ലാതെ, രാജാതിരാജനായ റബ്ബിന്റെ വഹിയല്ലാതെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം ദീനാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകൾ മുഴുവനും ദീനാണ്. അത് ദീനാവണമെങ്കിൽ അത് വഹ്യ് മൂലം മാത്രമായിരിക്കണം. ആ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞപ്പോ അപ്പോഴും സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു വന്നജ്മി ഇദാ ഹവാ. മറ്റൊരു സൂറത്തിൽ, പരിശുദ്ധമായ സൂറത്തുൽ ഖലമിൽ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും വലിയ മഹത്വത്തിന്റെ പ്രഖ്യാപനമാണത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിന്റെ റസൂലിന്റെ പല മഹത്വങ്ങൾ പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം പറയുകയാണ് റബ്ബ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് ഒരു ദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയാരെ മുഹമ്മദ് നബി ആരാണ് എനിക്ക് പഠിപ്പിച്ചു തരുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അലിയാര് തങ്ങൾ തിരിച്ച് ദൂതനോട് ചോദിച്ചു. ഈ ദുനിയാവിന്റെ പ്രാധാന്യം എന്താണ്? ഈ ദുനിയാവിനെ കുറിച്ച് നീ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? അപ്പൊ ഈ ദൂതൻ പറഞ്ഞു, ഈ ദുനിയാവിനെ കുറിച്ചോ, വിശാലമായ ദുനിയാവിനെ കുറിച്ച് എത്രയോ എത്രയോ പ്രദേശങ്ങൾ, നാടുകൾ, കാടുകൾ, മേടുകൾ, മലമടക്കുകൾ, മരുഭൂമികൾ, ഒരുപാട് ചരിത്രങ്ങൾ, കടലുകളും അന്തരീക്ഷങ്ങളും മൃഗങ്ങളും വന്യജീവികളും പക്ഷിപ്പറവകളും മത്സ്യങ്ങളും എത്രയോ വിഭാഗം ജനങ്ങളും എല്ലാം ഉണ്ടെന്ന ഈ ദുനിയാവിനെ കുറിച്ച് ഈ ചുരുങ്ങിയ സമയം ഞാൻ എന്ത് പറഞ്ഞു തരാൻ? എന്റെ അറിവ് തന്നെ വളരെ പരിമിതമാണ്. ഇനി എനിക്കറിയുന്നത് അത് തന്നെ പറഞ്ഞാൽ തീരാത്ത അറിവാണ്. ഈ ദുനിയാവിനെ കുറിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുക? അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഈ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ആ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിനെ പടച്ചവൻ, ഇതിന്റെ എല്ലാ ചരിത്രവും രഹസ്യവും അറിയുന്നവൻ. അല്ലാഹു പറഞ്ഞു, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ഈ ദുനിയാവ് വളരെ ഖലീലാണ്, നിസ്സാരമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ ചരിത്രങ്ങളും മഹത്വങ്ങളും ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ദുനിയാവിനെ കുറിച്ചെന്ന്. എന്നാൽ അല്ലാഹു പറഞ്ഞു, ദുനിയാവിനെ പടച്ച അല്ലാഹു പറഞ്ഞു, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവ് നിസ്സാരമാണ്, ഒന്നുമല്ല. എന്നാലോ എന്റെ ഹബീബിനെ കുറിച്ച് രാജാതിരാജനായ റബ്ബ് പറഞ്ഞത്, ഞാനും എന്റെ കൂടെയുള്ള മഹാന്മാരും സഹാബിമാരും അവർക്കൊക്കെ അറിയുന്നതിനേക്കാൾ, പഠിച്ചവരൊക്കെ മനസ്സിലാക്കിയതിനേക്കാൾ
മുത്തുനബിയെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് റബ്ബിനാണല്ലോ. ആ അല്ലാഹു റസൂലുള്ളാഹിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ച് മുത്തുനബിയെ കുറിച്ച് മുഴുവനായിട്ടല്ല, റസൂലുള്ളാഹിന്റെ ഖുലുഖിനെ കുറിച്ച് മാത്രം പറഞ്ഞത്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂലുള്ളാഹിന്റെ ഖുലുഖ് തന്നെ, മുത്തുനബിയുടെ സ്വഭാവം തന്നെ അത് ഏറ്റവും മഹത്വമേറിയതാണ്, അത് അദീമാണ്. ദുനിയാവ് ഒട്ടാകെ അത് ഖലീലാണ്, അത് നിസ്സാരമാണ്. പിന്നെ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ ഹബീബിനെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുക എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ ഏറ്റവും വലിയ മഹത്വം പടച്ചറബ് പ്രഖ്യാപിച്ചത് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുത്തുനബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു സൂറത്ത്, അല്ലാഹുവിന്റെ റസൂലിന് നാളെ പരലോകത്ത് കിട്ടുന്ന വലിയ മഹത്വങ്ങൾ വാഗ്ദാനം ചെയ്ത പുണ്യമായ സൂറത്ത് സൂറത്തുൽ ദുഹാ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ആ പ്രഖ്യാപനങ്ങൾ മുഴുവനും നടത്തിയത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ടാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, മുത്തുനബിയെ അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ ജീവിതത്തെക്കുറിച്ച് അത് പിടിച്ചുകൊണ്ട് പടച്ചറബ് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങേക്കുള്ള മഹത്വങ്ങൾ പറയുമ്പോ പടച്ചറബ് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് മനസ്സിലാക്കി നബിയേ, എല്ലാവരെക്കാളും എല്ലാ നബിമാരെക്കാളും ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളവർ അങ്ങാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിടത്ത് പോലും യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചില്ല. ഖുർആൻ മുത്തുനബിക്കുള്ളതാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സംസാരങ്ങളല്ലേ. പലപ്പോഴും പറഞ്ഞു ഖുൽ നബിയെ അങ്ങ് പറയണം. എന്നാൽ അത് പറയുമ്പോ പറഞ്ഞോ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ ഖുൽ അങ്ങ് പറയണം. അങ്ങനെ പറഞ്ഞില്ല. യാ മുഹമ്മദ് എന്ന പേരെടുത്ത് പടച്ചറബ് ഒരിക്കലും വിളിച്ചില്ല. അതിന് പകരം അന്ന് വിളിച്ചതെന്താ? യാ അയ്യുഹൻ നബിയോ, അല്ലയോ നബിയായിട്ടുള്ളവരെ. വളരെ ആദരവോടുകൂടെ യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലായിട്ടുള്ളവരെ. അല്ലാഹു വിളിച്ചിട്ടുണ്ട്, ആദം നബിയെ വിളിച്ചിട്ടുണ്ട്. യാ ആദം, യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം, യാ ദാവൂദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചിട്ടുണ്ട്. നാദാക റബ്ബുക ബിൽ കുനാവലി ഗൈരികും നാദാഹു ബിൽ അസ്മാഇ മിൻ തശ്രീഫികും. നാദാക റബ്ബുക ബിൽ കുനാവലി ഗൈരികും നാദാഹു ബിൽ അസ്മാഇ മിൻ തശ്രീഫികും. യാ മൻ സമാ ഫൗഖ അസ്മാഇ ലിഉർദികും വദനൗത ഔ അദ്നാ ഫനിൽത അമീമാ. صلى عليك مسلما تسليما. അല്ലാഹു അങ്ങയുടെ മഹത്വം കൊണ്ട് അതിശ്രേഷ്ഠ നാമത്താൽ വിളിച്ചിട്ടുണ്ട്. അല്ലാത്ത സൃഷ്ടിയെ മറ്റു പേരുകൾ കൊണ്ട് അരജൻ വിളിച്ചതിലും മഹത്വം കൊണ്ട്. മിറാജിലങ്ങ് വാനിലേക്ക് ഉയർന്നു, മലിക്കിങ്കലേക്ക് അവിടം നടത്തു ചെന്നു. മന്നാനടുപ്പിച്ചു യശസ്സും തന്നു, മുഖ്താർ റസൂലും ദൂതനായി തീർന്നു. രാജാതിരാജനായ റബ്ബിന് ആരെയും പേരെടുത്ത് വിളിക്കാം. മറ്റുള്ള നബിമാരെ യാ ആദം, അല്ലയോ ആദം, യാ മൂസ, അല്ലയോ മൂസ, അല്ലയോ ഈസ, ഇബ്രാഹിം, ദാവൂദ് എന്ന് പടച്ചറബ് പേരെടുത്ത് വിളിച്ചാൽ അത് മഹത്വത്തിന്റെ കുറവല്ല. അല്ലാഹു മലിക്കുൽ ജബ്ബാറാണ്. പടച്ചറബിന് ആരെയും പേരെടുത്ത് വിളിക്കാൻ അധികാരമുണ്ട്. പക്ഷേ അവരെക്കാൾ വലിയ മഹത്വം മുത്തുനബിക്ക് കൊടുത്തപ്പോ അല്ലാഹു ഒരിടത്ത് പോലും ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. യാ
അയ്യുഹൽ മുദ്ദസ്സിർ യാ അയ്യുഹൽ മുസമ്മിൽ പടച്ചറബ് വിളിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ മുത്തനബിയെ പലപ്പോഴും പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ പേരുകൾ കൊണ്ടാണ്. റഊഫ് അല്ലാഹുവാണ്. മുത്തനബിയെ കുറിച്ച് റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റഹീം അല്ലാഹുവാണ്. റസൂലുള്ളാഹി റഹീം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹഖ് അത് പടച്ചവനാണ്. മുത്തനബിയെ കുറിച്ച് ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂർ അത് രാജാതിരാജനായ റബ്ബാണ്. നൂർ എന്ന മുത്തനബിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. രാജാതിരാജനായ റബ്ബിന്റെ അല്ലാഹുക്ക് സ്വന്തമായ അസ്മാ സിഫാത്തുകളിലെ 30-ലധികം വരുന്ന നാമങ്ങളെ കൊണ്ട് സിഫത്തുകളെ കൊണ്ട് രാജാതിരാജനായ റബ്ബ് തആല പരിശുദ്ധമായ ഖുർആനിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി. ഇന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിക്ക് ഖുർആനിൽ നൽകിയ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഈ ദുനിയാവിൽ നൽകിയ മഹത്വം പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങൾ, ഇനി പരലോകത്ത് കൊടുക്കാൻ പോകുന്ന മഹത്വങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുബഅസുൽ അംബിയാഉ അല തവാബ്. എല്ലാ നബിമാരെയും നാളെ പരലോകത്തേക്ക് ആനയിക്കപ്പെടുക വാഹനപ്പുറത്താണ്. ഒരുപക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഭാഗ്യവാന്മാർ വാഹനങ്ങളുള്ളവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം തുറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതിയാൽ ഖബറാളികൾ പൊടിയും തട്ടി ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ ആ ഖബറിന്റെ അടുത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുവരപ്പെടുന്നു. ഉദ്ഹിയ തറുത്തവർ, ആ കബൂൽ ചെയ്യപ്പെട്ട ഉദ്ഹിയ തറുത്തവർ പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ വാഹനപ്പുറത്ത് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നബിമാർക്കും 1,24,000 അമ്പിയാക്കൾക്ക് പടച്ചറബ് പ്രത്യേകമായി സംവിധാനിക്കുന്ന വാഹനങ്ങളുണ്ട്. ആ വാഹനപ്പുറത്താണ് അവർ മഹ്ശറയിലേക്ക് വരിക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനോ വഉബഅതു അലൽ ബുറാഖ്, ബുറാഖിന്റെ പുറത്താണ് എന്നെ അനയിക്കപ്പെടുക. ആദ്യമായി അവ്വലു മൻ തൻശഖു അൻഹുൽ അർള്, ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാനാണ്. ലാ ഫഖർ, ഇത് അഹങ്കാരം പറയുകയല്ല. കോടാനും മനുഷ്യർ ആദം നബി മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അതിലാദ്യം എഴുന്നേൽക്കുന്നത് മദീന മുനവ്വറയിൽ നിന്ന് ഞാനാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ ജിബ്രീലും മീകാഈലും മഹാനായ ഇസ്രാഫീലും അവരെ മുത്തുനബിയോട് എഴുന്നേൽക്കാൻ പറയുന്നു. ബുറാഖ് എന്ന വാഹനവുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. മഹാനായ മീകായിൽ അലൈഹിസ്സലാം വിളിക്കുന്നു, യാ നബിയല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ നബിയായിട്ടുള്ളവരെ അല്ലാഹുവിന്റെ ഇതിനോടുകൂടെ എഴുന്നേൽക്കണം. മുത്തുനബി എഴുന്നേൽക്കുന്നില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം വിളിക്കുന്നു, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായിട്ടുള്ളവരെ അങ്ങ് എഴുന്നേൽക്കണം. റസൂലൊന്നും എഴുന്നേൽക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കുകയാണ്. ജിബ്രീൽ പിന്നെ വിളിക്കുന്നത്, യാ ശഫീഅൽ മുദ്നിബീൻ ഖും ബിഇദ്നില്ലാഹ് അനലഹ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി എഴുന്നേൽക്കുകയാണ്. ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ എന്ന് വിളിച്ചപ്പോൾ, അല്ലാഹുവിന്റെ നബിയെ എന്ന് വിളിച്ചപ്പോ മുത്തുനബി എഴുന്നേറ്റില്ല. ജിബ്രീൽ വിളിച്ചു, യാ ശഫീഅൽ മുദ്നിബീൻ, ഈ ഉമ്മത്തിൽ പാപികളായ നമുക്ക് സഹോദരന്മാരെ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന അതിനധികാരമുള്ള മുത്തുനബിയുടെ നാമമാണ് ശഫീഉൽ മുദ്നിബീൻ. അങ്ങനെ വിളിച്ചപ്പോ, ജിബ്രീൽ വിളിച്ചപ്പോ മുത്തുനബി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. ബുറാഖ് എന്ന വാഹനം ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനം, സുഖലോക സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ വാഹനം അതാണ് ബുറാഖ്. മിഅ്റാജിന്റെ രാത്രിയില്, ഇസ്രാഇന്റെ രാത്രിയില് മുത്തുനബിക്ക് റജബിന്റെ 27-ന് മക്കയിലേക്ക് കൊണ്ടുവന്ന വാഹനമാണത്.
അല്ലാഹുവിന്റെ റസൂലിനെ മക്കയിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനം വേണം അല്ലാഹ് പറഞ്ഞു ജിബ്രീലിനോട് അലൈഹിസ്സലാം. ജിബ്രീൽ ചോദിച്ചു, റബ്ബേ, എവിടെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമുള്ളത്? സ്വർഗത്തിലാണ് ജിബ്രീൽ സ്വർഗത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ 40,000 ബുറാഖുകളുണ്ട്. അവിടെ 40,000 ബുറാഖുകൾ. ഏത് ബുറാഖിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എല്ലാ ബുറാഖുകളുടെ നെറ്റിത്തടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നോക്കിയപ്പോ ആ ബുറാഖുകളുടെ കൂട്ടത്തിൽ ഒരു ബുറാഖ് ഒറ്റക്ക് മാറി നിൽക്കുന്നു. സ്വർഗമാണ്. എല്ലാവരും സന്തോഷിക്കുകയാണ്. എല്ലാ ബുറാഖുകളും വലിയ ആഹ്ലാദത്തിലാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ബുറാഖ്, ആ ബുറാഖിന്റെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നില്ല. ജിബ്രീൽ ചെന്ന് ചോദിച്ചു, എന്തേ നീ മാറി നിൽക്കുന്നത്? നിന്റെ മുഖത്ത് എന്തേ സന്തോഷമില്ലാത്തത്? അപ്പോൾ ആ ബുറാഖ് പറഞ്ഞു, മഹാനായ ജിബ്രീലേ അലൈഹിസ്സലാം, ഞാൻ ഒന്ന് കേട്ടു, ഈ സ്വർഗത്തിന്റെ കാരണക്കാരൻ, പ്രപഞ്ചത്തിന്റെ കാരണക്കാരൻ, ഞങ്ങളെല്ലാവരും പടക്കപ്പെടാൻ കാരണക്കാരൻ, നിങ്ങളും പടക്കപ്പെടാൻ കാരണക്കാരൻ, രാജാതിരാജനായ റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, അല്ലാഹുവിന്റെ ഹബീബ്, ഇതാ സ്വർഗത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ട സ്വർഗീയ പണ്ടാരങ്ങളുടെ മട്ടുപ്പാവുകളിൽ മിന്നിത്തിളങ്ങുന്ന, സ്വർഗീയ കവാടങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അല്ലാഹുവിന്റെ കലിമയോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ എഴുതി വെച്ച നാമമുണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയുടെ മഹത്വം അറിഞ്ഞത് മുതൽ ഞാൻ കൊതിക്കുകയാണ്, ആഗ്രഹമാണ് ആ ഹബീബിനെ ഒന്ന് കാണണം, ആ റസൂലിനെ ഒന്ന് കാണണം. ആ ചിന്തയാണ്, ആ ഷൗഖാണ്, ആ അഭിനിവേശമാണ്, ആ ആവേശമാണ്, ആ താല്പര്യമാണ്, ആ ചിന്തയാണ്, ആ ഫിക്റാണ്. അതുകൊണ്ടാണ് ആ ആലോചനയും ഞാൻ മാറി നിൽക്കുകയാണ്. മഹാനായ ജിബ്രീലിന്റെ 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. ആ ബുറാഖുമായി സുഖലോക സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അതേ ബുറാഖുമായിട്ടാണ് ഇനി മഹ്ശറയിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോകാൻ വരുന്നത്. മഹാനായ മുത്തുനബി പറഞ്ഞു, പിന്നെ വയുബഅസു ബിലാൽ, എന്റെ പ്രിയപ്പെട്ട ബിലാല്, ആ ബിലാലിന് പടച്ചറപ്പ് വാഹനം കൊടുക്കുന്നു. അലാ നാഖത്തിൻ മിൻ നൂഖിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒട്ടകങ്ങളിൽപ്പെട്ട ഒരു ഒട്ടകം മഹാനായ ബിലാലിന് വാഹനമായി. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന് വാഹനമായി പടച്ചറപ്പ് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹാനായ ജിബ്രീലിന്റെ മീകാഈലിന്റെ മഹാനായ ഒരുപാട് മലായികത്തിന്റെ അകമ്പടിയോടുകൂടെ എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട അബൂബക്കറുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുണ്ട്, വലിയാര് തങ്ങളുണ്ട്, എന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട ഫാത്തിമയുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഭക്തിമാരുണ്ട്. അവരോടൊപ്പം മദീനയിൽ നിന്ന് മഹ്ശറ വൻസഭയിലേക്ക് മുത്തുനബി രാജകുമാരനെ പോലെ കോടിക്കണക്കിന് മലായികത്തിന്റെ അകമ്പടിയോടുകൂടെ മഹ്ശറയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നു. മുത്തുനബിയുടെ രാജോചിതമായ വരവേൽപ്പ്, മനോഹരമായ ആ യാത്ര കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ യാത്രയിൽ അകമ്പടി സേവിക്കാൻ, മുത്തുനബിയോടൊപ്പം പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാ രാജകുമാരൻ കടന്നു വരുന്നു, മഹ്ശറയിലേക്ക് കടന്നു വരുന്നു. മഹ്ശറ വൻസഭയിൽ 1,24,000 അമ്പിയാക്കൾ, എത്രയോ ജനലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ ആ മഹ്ശറയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ രാജകുമാരനെ പോലെ സ്വീകരിച്ചാനയിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുറാഖിന്റെ മുൻവശത്തായി സ്വർഗീയമായി അലങ്കരിക്കപ്പെട്ട ഒട്ടകപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട ബിലാൽ, വയുബഅസു ബിലാൽ അലാ നാഖത്തിൻ മിൻ നൂഖിൽ ജന്ന യുനാദി ബിൽ അദാനി മഹമാ വബിശ്ശഹാദതി ഹഖാ. ഏറ്റവും വലിയ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നല്ലോ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാങ്കൊലി ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്ന മനോഹരമായ വാങ്കൊലിയുണ്ട്. അതിനേക്കാൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഏറ്റവും മനോഹരമായ ശബ്ദങ്ങൾ
മക്കളിൽ ആരൊക്കെ വാക്ക് വിളിച്ചിട്ടുണ്ടോ അതിനേക്കാൾ മനോഹരമായ ഇനി ആരൊക്കെ വരാനുണ്ടോ അതിനേക്കാൾ ഏറ്റവും മനോഹരമായ വാങ്കൊലി അതിന്റെ ഉടമയായിരുന്നു ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഒട്ടകപ്പുറത്ത് മുന്നിൽ രാജകുമാരന്റെ വരവറിയിച്ചുകൊണ്ട് പരിശുദ്ധമായ വാങ്കൊലി മുഴക്കുകയാണ്. കോടാനുകോടി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഹ്ശറയിൽ ഒരേ ഒരു ശബ്ദമേ കേൾക്കുന്നുള്ളൂ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും ചരിച്ചുപോയി. മനോഹരമായ ശബ്ദം കേട്ട് സാഗൂതം കൂതിക്കുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്കുലി, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ ഷഹാദത്ത്, ബാങ്കിന്റെ മനോഹരമായ ഷഹാദത്ത് പ്രഖ്യാപിക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് കേട്ടപ്പോ മഹ്ശറയിലുള്ള ആളുകൾ മുഴുവനും തരിച്ചു നിൽക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ നബിമാർക്കും അറിയാം ആരാണ് മുഹമ്മദ് നബി, ഞങ്ങളുടെ ഒക്കെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ നായകൻ. എല്ലാവർക്കും അറിയാം ആരാണ് ആ നായകൻ, മഹ്ശറയുടെ നായകൻ. മഹ്ശറയിൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കണമെങ്കിൽ മുത്തുനബിയുടെ ശഫാഅത്ത് വേണം. റസൂലുള്ള സുജൂദിൽ കിടക്കണം. മഹ്ശറയുടെ നായകൻ അവരാണ്. സ്വർഗത്തിന്റെ നായകൻ മുത്തുനബിയാണ്. ആ നായകനാ കടന്നു വരുന്നത്. ഇത് ലോകത്തെ ഏറ്റവും വലിയ മഹാസമ്മേളനമാണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനമാണ്. ഇത് മഹ്ശറയാണ്. ആ മഹ്ശറയിലേക്കാണ് രാജകുമാരൻ കടന്നു വരുന്നത്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് കേൾക്കുമ്പോ മഹാന്മാരായ അമ്പിയാക്കൾ 1,24,000 നബിമാര് പ്രഖ്യാപിക്കുകയാണ്. മഹാനായ ബിലാലിന്റെ ശബ്ദം കേട്ടപ്പോ വനഹ്നു നശ്ഹദു അലാ ദാലിക് വനശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരുന്നു. മഹ്ശറയിലെ കോടിക്കണക്കിന് ആളുകൾ പടച്ച റബ്ബ് ഒന്നുമില്ലാതെ, ഒരരയിൽ കെട്ടുന്ന ചരട് പോലുമില്ലാതെ, ഒരു വസ്ത്രമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാ ജനങ്ങളും നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് സ്വർഗത്തിൽ നിന്നുള്ള മനോഹരമായ മേൽവസ്ത്രങ്ങൾ, സുഖലോക സ്വർഗത്തിലെ മനോഹരമായ മേൽവസ്ത്രങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് ധരിപ്പിച്ചു. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ലിവാഉൽ ഹംദ് എന്ന പതാക കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. മഹാനായ മീകായിൽ അലൈഹിസ്സലാം താജുൽ കറാമ എന്ന പേരുള്ള മനോഹരമായ കിരീടം ധരിപ്പിച്ചു. അസ്സലാമു അലൽ മുദല്ലലി ബിൽ ഗമാമ, അസ്സലാമു അലൽ മുതവ്വജി ബിൽ കറാമ. താജുൽ കറാമ എന്ന പേരുള്ള മനോഹരമായ കിരീടം മഹാനായ മുഖറബുൽ അഖ്ലാഖ് മഹാനായ മീകായിൽ അലൈഹിസ്സലാം മീകായിലാണ് ധരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മനോഹരമായ സമ്മാനങ്ങൾ അല്ലാഹു രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായ പദവികൾ, വസീലത്ത് എന്ന പദവിയുണ്ട്, ഫളീലത്ത് എന്ന പദവിയുണ്ട്, മഖാമും മഹ്മൂദുണ്ട്, ഉന്നതമായ സ്ഥാനമാനങ്ങളുണ്ട്. മഖാമും മഹ്മൂദ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, അസാ അയ്യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ. രാജാതിരാജനായ റബ്ബ് മുത്തുനബിയെ അങ്ങേ മഖാമും മഹ്മൂദിലായി അയക്കും. എന്താണ് മഖാമും മഹ്മൂദ്? അങ്ങേക്ക് ഏറ്റവും സ്തുതിക്കപ്പെട്ട സ്ഥാനം നൽകുകയാണ് രാജാതിരാജനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, നമ്മുടെ നേതാവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന മഖാമും മഹ്മൂദ് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇദ്ലാസുഹു അലൈഹി സ്വലാത്തു വസ്സലാം അലാ അർശി റബ്ബിൽ ആലമീൻ. രാജാതിരാജനായ റബ്ബിന്റെ അർശ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മഹ്ശറയിൽ. കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ 1,24,000
24,000 അമ്പിയാക്കൾക്ക് മുന്നിൽ എല്ലാവരും പേടിച്ച് വിറച്ചു നിൽക്കുന്ന മഹ്ശറയിൽ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, കോടിക്കണക്കിന് മലായികത്ത് അച്ചടക്കത്തോടുകൂടെ നിൽക്കുന്ന ആ മഹ്ശറ വൻസഭയില് രാജാതിരാജനായ റബ്ബിന്റെ അർശുണ്ട്. അല്ലാഹുവിന്റെ അർശിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയി പിടിച്ചിരുത്തുകയാണ്. ഇജ്ലാസുഹു അലൈഹി സ്വലാത്തു വസ്സലാം അലാ അർശി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്, ലോകത്ത് ആർക്ക് കിട്ടുന്ന സൗഭാഗ്യമാണിത്? രാജാതിരാജനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ട അർശ്, അല്ലാഹുക്ക് മാത്രം അവകാശപ്പെട്ട അല്ലാഹുവിന്റെ അർശ്, ആ അർശിലേക്ക് കൊണ്ടുപോയിരുത്തുന്ന ഒരേ ഒരു സൃഷ്ടി അത് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ജിബ്രീലിന് അധികാരമില്ല, മീകാഈലിന് അധികാരമില്ല, മറ്റൊരു സൃഷ്ടിക്കും അധികാരമില്ല. ആദം നബിക്കല്ല, ഇബ്രാഹിം നബിക്കല്ല, മൂസ നബിക്കല്ല, ഈസാ നബിക്കല്ല. മഹാന്മാര് പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ സ്വഹാബി രേഖപ്പെടുത്തുകയാണ്. മഹാനവർകൾ പറയുന്നു, യുഖഇദുല്ലാഹു തആല, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിരുത്തും അൽ കുർസി, രാജാതിരാജനായ റബ്ബിന്റെ കുർസിയിലും അല്ലാഹുവിന്റെ സിംഹാസനത്തിൽ രാജാതിരാജനായ റബ്ബിന്റെ കുർസിയിലും അല്ലാഹുവിന്റെ അർശിലും മുത്തുനബിയെ പിടിച്ചിരുത്തും മഹ്ശറയിൽ വെച്ച്. പടച്ച റബ്ബ് അതൊക്കെ കൺകുളിർക്കാൻ കാണാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യാ മയ്യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇപ്പോഴും പോയാൽ മദീനത്ത് പോയാൽ നമുക്ക് കാണാം, മദീനത്ത് പോയാൽ നമുക്ക് കാണാം മദീനയുടെ പരിശുദ്ധമായ ഹുജ്റത്തുൽ ശരീഫിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട വീട്ടിന്റെ ആ ചുമരിൽ അവിടെ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. യാ മയ്യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകുന്ന മഖാം മഹ്മൂദിലേക്ക്, അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ പദവി, അല്ലാഹു നൽകുന്ന പദവിയിലേക്ക് എത്തുന്ന മുത്തുനബിയേ. من تفجرت الأنهار نابعة من إصبعيه وأرسل الجيش بالمدد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كل شفيعا إلى الرحمن من زللي فامنن علي بما لا كان في خلدي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. റസൂലിനെ നേർക്കുനേരെ വിളിക്കുന്ന മുത്തുനബിയുടെ ശഫാഅത്ത് തേടുന്ന മനോഹരമായ വരികൾ. പക്ഷേ അതിൽ ചില വരികളൊക്കെ ഇപ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോഴുള്ള വിശ്വാസക്കാർ ആ നന്മകളെ ഇല്ലാതാക്കാൻ അവർ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെവിടെ മായ്ച്ചു കളഞ്ഞാലും അത് മുഅ്മിനീങ്ങളുടെ ഖൽബിൽ നിന്ന് മായ്ക്കപ്പെടൂല, അത് ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയൂല. റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ, മുത്തുനബിയെ വിളിക്കുന്നവർ, റസൂലുള്ളാഹിനെ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നവർ, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നവർ, മുത്തുനബിയുടെ വസീലത്തും ഫദീലത്തും തേടുന്നവർ, അവർ മുഅ്മിനീങ്ങളിൽ നിലനിൽക്കും. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിക്ക് നൽകിയ മനോഹരമായ മഹത്വങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അയ്യറഹു റബ്ബുഹു ബൈന അൻ യകൂന നബിയ്യ മലിക ഔ നബിയ്യൻ അബ്ദാ. ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും വലിയ മഹത്വത്തിലാണ് മുത്തുനബി. എന്നാലോ അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ, ഈ ദുനിയാവിലേക്ക് നമ്മുടെ നേതാവായി പറഞ്ഞേക്കുമ്പോ
അല്ലാഹു മുത്തുനബിക്ക് ഒരു ഖിയാർ കൊടുത്തു. നബിയേ, ഞാൻ അയച്ച പ്രവാചകന്മാർ, നബിമാർ, അവരുടെ കൂട്ടത്തിൽ രാജാക്കന്മാരായ നബിമാരുണ്ടായിട്ടുണ്ട്. അധികാരമുള്ള, സമ്പത്തുള്ള, സമ്പത്തിന്റെ നിയന്ത്രണമുള്ള, ഏറ്റവും വലിയ സമ്പന്നതയുടെ നിയന്ത്രണമുള്ള രാജാക്കന്മാർ നബിമാരിലുണ്ടായിട്ടുണ്ട്. നബിയെ, അങ്ങയെ ആ രാജാധികാരമുള്ള, സമ്പത്തിന്റെ അധികാരമുള്ള ഒരു നബിയാക്കണോ, അതോ ഒരു അബദായ, ഒരു അടിമയായ നബിയാക്കണോ? അപ്പൊ മുത്തുനബി തെരഞ്ഞെടുത്തത്, അല്ലാഹുവേ, എന്നെ ഒരു അടിമയാക്കിയാൽ മതി, ഒരു അബ്ദാക്കിയാൽ മതി, എന്നെ ഒരു അടിമയാക്കിയാൽ മതി റബ്ബേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്, അബ്ദുഹു വറസൂലുഹു. റസൂൽ എന്ന പദവി നൽകുന്നതിന് മുമ്പ്, റസൂൽ എന്ന പദവി പറയുന്നതിന് മുമ്പ് അബ്ദ് എന്ന പദവി, ഏറ്റവും മഹത്വമുള്ള പദവിയാണ് മുത്തുനബിക്ക് അല്ലാഹുവിന്റെ അടിമ എന്ന പദവി. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ എല്ലാ നബിമാർക്ക് നൽകിയ മോചിതത്തുകളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ മോചിതത്തുകൾ കിട്ടിയത് മുത്തുനബിക്കാണ്. 60,000 മോചിതത്തുകൾ റസൂലുള്ളാഹിക്കുണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6,000 പ്രധാനപ്പെട്ട മോചിതത്തുകൾ എന്ന് പറഞ്ഞവരുണ്ട്. പരിശുദ്ധമായ ഖുർആനാണ് അതിലെ ഏറ്റവും വലിയ മോചിതത്ത്, ഏറ്റവും വലിയ മോചിതത്തായ ഖുർആൻ. ഏറ്റവും വലിയ സമ്മാനം നൽകിയത് അല്ലാഹു പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. സൂറത്തുൽ കഹ്ഫ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആൻ എന്ന ഏറ്റവും വലിയ മോചിതത്ത്, ഏറ്റവും വലിയ സമ്മാനം മുത്തുനബിക്ക് കൊടുത്തപ്പോ അല്ലാഹു പറഞ്ഞത് അവന്റെ അടിമക്ക് കൊടുത്തു എന്നാണ്, അബ്ദിന് കൊടുത്തു എന്നാണ്. റസൂലിന്റെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നായ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ്, തൊട്ടടുത്തുള്ള സൂറത്തുൽ ഇസ്രാ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അവിടെയും പറഞ്ഞു അബ്ദ്. മറ്റൊരു നബിക്കും കിട്ടാത്ത യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. മറ്റൊരു പടപ്പിനും കിട്ടാത്ത, ജിബ്രീലിന് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഔന്നത്യത്തിലേക്കല്ലേ എത്തിയത്. يا حبيبي لا تخف أبشر تنادي ربك القيوم صلوا عليه وسلموا تسليما. ആ ഉന്നതമായ ഇസ്രാ മിഅ്റാജ് കൊടുത്തത് അവിടെയും പടച്ച റബ്ബ് പറഞ്ഞു തന്റെ അടിമയെ, അബ്ദിനെ. അത് ഏറ്റവും വലിയ മഹത്വമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ദുനിയാവിൽ ജീവിച്ചത് ഏറ്റവും താഴ്മയുള്ള ഒരു അബ്ദായി, ഏറ്റവും താഴ്മയുള്ള ഒരു അടിമയായി. വലിയ നേതാവായിട്ടല്ല, വലിയ രാജാവായിട്ടല്ല. അല്ലാഹു അധികാരവും കൊടുത്തു. മക്കയുടെ മദീനയുടെ അധികാരവും മുത്തുനബിക്ക് കൊടുത്തു. അപ്പോഴും വലിയ ഒരു അതിന്റെ മഹത്വത്തോടുകൂടെ മുത്തുനബി ജീവിച്ചില്ല, യാത്ര ചെയ്തില്ല. സഹാബത്തിന്റെ കൂടെ സാധാരണക്കാരനെ പോലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തു. മഹാന്മാരെ രേഖപ്പെടുത്തുന്നു, മഹാനവരെ രേഖപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഒരു യാത്രയിലായിരുന്നു. സഹാബത്തിന്റെ കൂടെ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ ഭക്ഷണം വേണം, കൂടെ ഭക്ഷണ വസ്തുക്കളുടെ സാമഗ്രികളുണ്ട്. മുത്തുനബി കൽപ്പിച്ചു, ഒരാടിനെ അറുക്കണം. ഒരാടിനെ അറുത്തുകൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. വഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു ബിഇസ്ലാഹി ശാത്ത്. അത് കൽപ്പിച്ചപ്പോഴേക്ക് ആവേശത്തോടുകൂടെ സഹാബത്ത്, മഹാന്മാർ, ഒരാൾ പറഞ്ഞു, ഒരു സഹാബി, ഖാല റജുലുൻ മിൻഹും അലയ്യ ദബുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആടിനെ ഞാൻ അറുക്കാം. മുത്തുനബി സമ്മതിച്ചു. മറ്റൊരാൾ പറഞ്ഞു, അലയ്യ സൈഹുഹാ, അതിനെ നന്നാക്കൽ ഞാൻ ഏറ്റെടുത്തു നബിയെ. മറ്റൊരാൾ പറഞ്ഞു, അലയ്യ സബഹുഹാ, ഞാനത് പാചകം ചെയ്യാം നബിയെ. ഓരോ കാര്യങ്ങൾ ഓരോ സഹാബിമാര് ഏറ്റെടുത്തപ്പോ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലയ്യ ജമ്മുൽ ഹതബ്, എന്നാൽ ഞാൻ വിറക് കൊണ്ടുവരാം.
സുബ്ഹാനല്ലാഹ്, മുത്തനബി പറയുകയാണ്, ഞാൻ വിറക് കൊണ്ടുവരാം. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ അങ്ങൊരു ജോലിയും ചെയ്യണ്ട, അങ്ങൊരു പണിയുമെടുക്കണ്ട. പക്ഷെ മുത്തനബി സമ്മതിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെ തന്റെ അനുയായികൾക്കിടയിൽ വിറക് കൊണ്ടുവന്ന് അവർ കൂട്ടായിട്ട് ആടിനെ അടുത്ത ഭക്ഷണമുണ്ടാക്കി കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എത്ര വിനയാന്വിതനായിട്ടാണ് കഴിഞ്ഞു പോയത്. അതായത് രാജനായ റബ്ബ് അങ്ങനെ മനോഹരമായ സ്വഭാവം കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, എന്തായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം? എന്തായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം? ആയിഷ ബീവി പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. ഖുർആനായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം. ഖുർആനായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം. ഖുർആൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഏറ്റവും മനോഹരമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അത് അതിന്റെ മുഴുവനും പരിപൂർണതയ്ക്ക് വേണ്ടിയാ എന്നെ അയക്കപ്പെട്ടത് എന്ന് ശഫീഉനാ ത്വഹ റസൂലുള്ളാഹ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സയ്യിദ് ഇബ്നു സഅന എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. ജൂതനായിരുന്നു, യഹൂദിയായിരുന്നു. സാധാരണ ഒരു യഹൂദിയല്ല. വഹുവ അജല്ലു അഹ്ബാരിൽ യഹൂദ്. യഹൂദികളുടെ കൂട്ടത്തിലെ വലിയ പുരോഹിതനായിരുന്നു. യഹൂദ മതത്തിന്റെ വലിയ പാണ്ഡിത്യമുള്ള പുരോഹിതനായിരുന്നു സയ്യിദ് ഇബ്നു സഅന. സയ്യിദ് ഇബ്നു സഅന പറയുകയാണ്, ലം യബഖ മിൻ അലാമാത്തിൻ നബുവത്തി ശൈഉൻ ഇല്ലാ വഖദ് അറഫ്തു. ഞാൻ തൗറാത്ത് പഠിച്ചവനാ, ഞാൻ കഴിഞ്ഞുപോയ കിതാബുകൾ ഏടുകൾ പഠിച്ചവനാ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകന്റെ പല അടയാളങ്ങളും അറിയാം, നബുവത്തിന്റെ അടയാളങ്ങൾ അറിയാം. മദീനത്ത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ എല്ലാ നബുവത്തിന്റെ അടയാളങ്ങളും ഞാൻ മനസ്സിലാക്കി. ഈ വജ്ഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് രണ്ട് അടയാളങ്ങൾ കൂടെ എനിക്ക് മനസ്സിലാകാനുണ്ടായിരുന്നു. അതിൽ ഒരു അടയാളം ഞാൻ മനസ്സിലാക്കിയത്. ഏതാ അടയാളം? യസ്ബിഖു ഇൽമുഹു ജഹ്ല. അവിവേകത്തെക്കാൾ വിവേകം മുൻകടക്കുക. ഏത് കാര്യത്തിലും എല്ലാവർക്കും ചിലപ്പോ ചില അവിവേകങ്ങൾ സംഭവിക്കാറുണ്ട്, ചില അബദ്ധങ്ങളൊക്കെ പലർക്കും സംഭവിക്കാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിവേകങ്ങളില്ല. എവിടെയും വിവേകം മാത്രമാണുള്ളത്. വലാ തസീദുഹു സിദ്ദത്തുൽ ജഹ്ലി അലൈഹി ഇല്ലാ ഹിൽമാ. ആര് ഒരു അവിവേകം കാണിച്ചാലും, ആര് അബദ്ധം ചെയ്താലും, ആര് അതിക്രമം കാണിച്ചാലും, ആരെന്ത് ഗുരുത്തക്കേട് കാണിച്ചാലും മുത്തുനബി അവിടെയും വളരെ സംയമനത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ, സഹനശക്തിയോടുകൂടെ അതിനെ നേരിടുകയുള്ളൂ. ത്തിന്റെ അടയാളമാണെന്ന് എനിക്കറിയാം. അത് എനിക്ക് മുത്തുനബിയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം സയ്യിദ് ഇബ്നു സഅന പറയുകയാണ്. ഞാൻ ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു കച്ചവടം ചെയ്തു. മുത്തുനബിയുമായി ഒരു കച്ചവടം ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ കുറച്ച് പണം കൊടുത്തു. എന്നിട്ട് ഈത്തപ്പഴം വാങ്ങി അവധി വെച്ചുകൊണ്ട്, അന്നത്തെ ഒരു ഇടപാട്, ആ സമയത്ത് അനുവദിക്കപ്പെട്ട ഒരു ഇടപാട്, ആദ്യം പണം കൊടുത്തു. ഈത്തപ്പഴത്തിന് അവധി പറഞ്ഞുകൊണ്ട് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് ആ പണത്തിനുള്ള ഈത്തപ്പഴം തരും. അല്ലാഹുവിന്റെ റസൂലാണ് ഈത്തപ്പഴം കൊടുക്കേണ്ടത്. ഈ യഹൂദി പണം കൊടുത്തു, മുത്തുനബി പണം വാങ്ങി. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അവധി എത്തുന്നതിന്റെ 3 ദിവസം മുമ്പ് ഇയാൾ വന്നു. അവധിയായിട്ടില്ല. ചരക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം എത്തിയിട്ടില്ല. അതിന്റെ 3 ദിവസം മുമ്പ് ഇയാൾ വന്നു. സയ്യിദ് ഇബ്നു സഅന വന്നു. എന്നിട്ട് മദീനത്തേക്ക് വന്നു. മുത്തുനബിയുണ്ട്, സ്വഹാബിമാരുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഇയാൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വളരെ ദേഷ്യത്തോടുകൂടി ഓടി വന്നു. റസൂലുള്ളാഹിന്റെ കുപ്പായത്തിന് പിടിച്ചു. അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുകയാണ്, റസൂലുള്ളാഹിന്റെ മേൽവസ്ത്രം ഞാൻ പിടിച്ചു വലിച്ചു, റസൂലുള്ളാഹിന്റെ കുപ്പായത്തിന് പിടിച്ചു. എന്നിട്ട് വളരെ പകയോടെ, വളരെ
ദേഷ്യത്തോടുകൂടെയാണ് ഞാൻ നോക്കിയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ദേഷ്യത്തോടുകൂടെ നോക്കി. എന്നിട്ട് വളരെ ഒച്ചയിട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ ചോദിച്ചു, സമ്മഖുൽതു അലാ തഖദീനി യാ മുഹമ്മദ്, അലാ തഖദീനി യാ മുഹമ്മദ് ഹഖി, എന്റെ പണം വാങ്ങിയിട്ട് തിരക്കെവിടെ, എന്റെ ഹത്തെവിടെ മുഹമ്മദ്? വളരെ ദേഷ്യത്തോടെ പകയോടെ മുത്തുനബിയുടെ കുപ്പായത്തിന് പിടിച്ചുകൊണ്ട് ഗൗരവത്തോടുകൂടെ ഞാൻ ചോദിച്ചു, വല്ലാഹി ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബ് മുത്തലിബ്, നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ തറവാട് തന്നെ ഇങ്ങനെയാണ്. ബനു അബ്ദുൽ മുത്തലിബ് മുത്തുനബിയുടെ തറവാട്, ആ തറവാടിനെ ആക്ഷേപിച്ചുകൊണ്ട് ഈ ജൂതൻ ശകാരിച്ചു ഒറ്റയിട്ടു, നിങ്ങളുടെ തറവാട്ടുകാരുടെ സ്വഭാവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ ആക്ഷേപിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ചാടി. സഹിക്കാൻ കഴിയാത്ത ഉമർ റളിയല്ലാഹു തആല അരപ്പട്ടയിൽ നിന്ന് വാളൂരി എന്നിട്ട് ചാടി. എന്നിട്ട് പറഞ്ഞു, എടാ യാ അല്ലാഹ്, എടാ അല്ലാഹുവിന്റെ ശത്രുവായ സമ്മാനി, അത്തഖൂലു ലിറസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, മുത്തുനബിയോട് എന്താ നീ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ നേതാവാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വാളൂരിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചാടി. അല്ലാഹുവിന്റെ റസൂൽ തടഞ്ഞു. ഉമറേ വേണ്ട. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ അനാ വഹുവ, ഞാനും അവനും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇടപാടുകാരാണ്, കച്ചവടക്കാരാണ്, എനിക്ക് ബാധ്യതയുണ്ട് ഉമറേ. ഞാൻ കൊടുക്കേണ്ട മുതലാണവൻ ചോദിച്ചത്, ഞാൻ കൊടുക്കേണ്ട അവകാശമാണ് അവൻ ചോദിച്ചത്. അതുകൊണ്ട് നീ ദേഷ്യപ്പെടേണ്ട ഉമറേ. നീ പറയേണ്ടത് എന്താ ഉമറേ? അൻതഅമുറനീ ബിഹുസ്നിൽ അദാ, ഉമറേ നീ പറയേണ്ടി വരുന്നത് എന്നോട് നബിയെ അത് കൊടുക്കണമെന്നല്ലേ പറയേണ്ടത്? കൊടുക്കേണ്ട ഹക്കല്ലേ, അത് കൊടുത്തു വീട്ടണമെന്നല്ലേ ഉമറേ നീ എന്നോട് പറയേണ്ടത്? നല്ല നിലക്ക് ഇടപെടണം, അത് അദ്ദേഹത്തോടും പറയണ്ടേ. ഞങ്ങൾക്കിടയിൽ മനസ്സിലാക്കുകയല്ലേ വേണ്ടത്? ഞാൻ കൊടുക്കേണ്ടത് എന്നെ കൊണ്ട് കൊടുപ്പിക്കുകയല്ലേ ഉമറേ നീ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഒരുക്കി വെച്ചിട്ടില്ലല്ലോ, അവധി എത്തിയിട്ടുമില്ല. ജൂതൻ പരാക്രമം കാണിച്ചു കൊണ്ടുപോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ തന്നെ ആ പണത്തിന് നിശ്ചയിക്കപ്പെട്ട കണക്കാക്കിയ ഈത്തപ്പഴം, ആ ഈത്തപ്പഴം തയ്യാറാക്കി. ആ ഈത്തപ്പഴം ജൂതന് എത്തിച്ചു കൊടുക്കാൻ, ചരക്ക് എത്തിച്ചു കൊടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ ചുമതലപ്പെടുത്തി. സാധാരണ മുത്തനബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാ പണിയും ഏൽപ്പിക്കാറില്ല, ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാറുള്ള ഓരോ സ്വഹാബിമാരുണ്ട്. അന്ന് ഈ യഹൂദിക്ക് ചരക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി അത് ഉമർ റളിയല്ലാഹു തആല തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ബിഹി യാ ഉമർ, ഉമറേ നീ ഇത് കൊണ്ടുപോ, ഫഖ്ദിഹി ഹഖ്ഖഹു, അവന് കൊടുക്കാനുള്ള ഹക്ക് കൊടുക്കണം ഉമറേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിന് പുറമെ നമ്മൾ കൊടുക്കേണ്ട ചരക്കിന് പുറമെ വസിദഹു 20 സാഅം മിൻ തംർ, ഒരു 20 സാ തംർ ഈത്തപ്പഴം അധികം അദ്ദേഹത്തിന് കൊടുക്കണം ഉമറേ. അധികം കൊടുക്കണം. ആദ്യം ഇത് കൊടുക്കണം, നമ്മൾ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കണം. പിന്നെ നിന്റെ കൈകൊണ്ട് 20 സാ ഈത്തപ്പഴം അധികം ആ യഹൂദിക്ക് കൊടുക്കണം ഉമറേ. റസൂല് പറയുകയാണ്, എന്തിനാണെന്നറിയോ? നീ അയാളെ പേടിപ്പിച്ചില്ലേ, നീ അയാളെ ഭയപ്പെടുത്തിയില്ലേ, നീ വാളൂരിയില്ലേ ആ മനുഷ്യന്റെ മുന്നിൽ, നീ ചാടി എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ, യാ അല്ലാഹുവിന്റെ ശത്രുവായ തമ്മാടി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചില്ലേ, അവനെ പേടിപ്പിച്ചില്ലേ, ഭയപ്പെടുത്തിയല്ലേ? അതിന് പകരം അയാളെ സമാധാനിപ്പിക്കാൻ, അയാളെ സന്തോഷിപ്പിക്കാൻ 20 സാ അധികം കൊണ്ടുപോയി കൊടുക്കണം ഉമറേ. അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുമ്പോ അവിടെ അഭിമാനബോധം ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞില്ല. എങ്ങനെ നബിയെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുക? ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞതാ, ഇത്ത പറഞ്ഞതാ എന്ന് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല ആ ഈത്തപ്പഴം മുഴുവനും അത് ചുമടാക്കി എത്തിക്കൊണ്ട യഹൂദിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു.
എന്നിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുത്തനബി ഇങ്ങനെയാണ് കൽപ്പിച്ചത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആ യഹൂദി അവിടുന്ന് പ്രഖ്യാപിച്ചു, ഉശ്ഹിദുക അന്നീ ഖദ റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. ഉമറേ, നീയാണ് സാക്ഷി, ഞാൻ നിന്നെ സാക്ഷിയാക്കിയിട്ട് പറയുന്നു, എന്റെ എല്ലാ സംശയവും തീർന്നു. ഇത് ഹബീബായ മുത്തുനബി അല്ലാഹുവിന്റെ റസൂലാണ്, നബിയാണ്, അന്ത്യപ്രവാചകനാണ്. എല്ലാ അടയാളങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു. ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ അടയാളം അതും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇതാ ഞാൻ നിന്നെ സാക്ഷിയാക്കി പറയുന്നു, ഇന്നീ ഖദ റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവാണ് റബ്ബ്, വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമാണ് ദീന്, വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂലാ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു യൂത പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടയാള് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സൽഗുണങ്ങൾ, ഏത് കഠിന ശത്രുവിനെയും കൊതിപ്പിക്കുന്ന സ്വഭാവങ്ങൾ. പൊതുവെ ദൂതന്മാര് അവരാണ് മുത്തുനബിയുടെ കാലത്തും ഇനി ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിനോട് ഏറ്റവും കഠിനതയുള്ള ശത്രുക്കൾ യഹൂദികളാണ്, ദൂതന്മാരാണ്. പടച്ചറബ് അവരുടെ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ദജ്ജാലിന്റെ അനുയായികളായി മാറാനുള്ളവർ, അമ്മാടികളായ ദൂതന്മാർ, ആ ദൂതന്മാരുടെ കൂട്ടത്തിൽ അതിതീവ്രതയുള്ള ജൂത പുരോഹിതന്മാരെ പോലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ഈ സ്വഭാവങ്ങൾ. പിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? പിന്നെ സ്വഹാബിമാര് എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹാന്മാരായ സ്വഹാബിമാര് പിന്നെ എങ്ങനെ അങ്ങേയറ്റം മഹബ്ബത്ത് ചെയ്യാതിരിക്കും? മുഅ്മിനീങ്ങളെ, മുത്തുനബിയുടെ മുഹബ്ബീങ്ങളുടെ നേതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ആരാ സ്നേഹിച്ചത്? ആ പുണ്യമായ മക്കയിൽ അല്ലാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ജബലു സൗർ, മക്കയിലെ ചരിത്രപരമായ രണ്ട് പർവ്വതങ്ങൾ, ജബലുൻ നൂറും ജബലു സൗറും. ആ ഏറ്റവും വലിയ പർവ്വതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകുന്ന സമയത്ത് താമസിച്ച ഗുഹയുള്ള മല, കുത്തായ മല, ഭീമാകാരമായ മല. ആ മലയുടെ മുകളിൽ കയറിയിട്ട് ആ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രഖ്യാപിച്ച ഒരു വാക്കുണ്ട്, മുത്തുനബിയേ, ഞാനൊന്ന് കയറി നോക്കട്ടെ ഗുഹക്കുള്ളിൽ. വല്ല ക്ഷുദ്രജീവികളുണ്ടോ, പാമ്പോത്തകളോ മറ്റോ ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ നബിയേ. ഇദാ മിത്തു അന റജുലുൻ വാഹിദ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മരിച്ചാൽ ഞാൻ കയറി നോക്കട്ടെ നബിയേ. പാമ്പോത്തകളോ ക്ഷുദ്രജീവികളോ കുത്തിയോ കടിച്ചോ ഞാൻ മരണപ്പെട്ടാൽ, ഇദാ മിത്തു അന റജുലുൻ വാഹിദ്, ഒരാൾ മരിച്ചു, മക്കത്തെ അബൂബക്കർ മരിച്ചു, അത്രയേ ഉള്ളൂ നബിയേ. പക്ഷേ ഫൈദാ മിത്ത അന്ത ഫഖദ് ഹലക്കത്തിൽ ഉമ്മത്തു വദ്ദീൻ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹിക്കാൻ കഴിയില്ല നബിയേ. ഈ ദീൻ പിന്നെയില്ല, ഈ ഉമ്മത്ത് പിന്നെയില്ല, അങ്ങേക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹക്കുള്ളിൽ അകത്ത് പരിശോധിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഗുഹയിലേക്ക് കയറി പോകുമ്പോ കൽത്തീളുകൾ, പാറക്കെട്ടുകൾ, ഇന്ന് കയറിപ്പോകാൻ അവിടെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നതൊന്നുമില്ലല്ലോ. നല്ല കാലിൽ തട്ടിയാൽ മുറിവ് പറ്റുന്ന കുത്തുന്ന കൽത്തീളുകളും പാറകളുമുള്ള ആ മലമുകളിലേക്ക് മുത്തുനബിയുടെ കൂടെ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ കയറിപ്പോകുമ്പോ
സിദ്ദീഖ് റളിയല്ലാഹു തആല ചിലപ്പോ തൗറൻ അനിയമീനി, ചിലപ്പോ റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്ത് നിൽക്കും, പിന്നെ പെട്ടെന്ന് മാറും തൗറൻ അൻഷിമാലി, ചിലപ്പോ ഇടത്തോട്ട് മാറും തൗറൻ അമാമഹു, ചിലപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കും, മുത്തുനബിയുടെ മുന്നിൽ നടക്കും, കയറിപ്പോകും. ചിലപ്പോൾ തൗറൻ വറാഅ, ചിലപ്പോ മുത്തുനബിയുടെ പിന്നിൽ നിൽക്കും, വലത്തും ഇടത്തും മുന്നിലും പിന്നിലും മാറി മാറി നിൽക്കുമ്പോ അങ്ങനെ കയറിപ്പോകുമ്പോ മുത്തുനബിയോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലേ എന്നോട് മാപ്പാക്കണം, എന്നോട് പൊറുക്കണം, ഞാൻ ചിലപ്പോ അങ്ങയുടെ മുന്നിൽ കയറുന്നത്, അങ്ങയുടെ മുന്നിൽ നടക്കുന്നത് അദബുകേടാണെന്ന് കരുതരുത് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കൾ നമ്മുടെ പുറകിലുണ്ടല്ലോ, എവിടെന്നാണ് ആക്രമിക്കുക? അങ്ങക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ അങ്ങയുടെ സംരക്ഷകനായി ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ നബിയേ. അങ്ങയുടെ മുന്നിൽ നിൽക്കാനും വലത്തും പിന്നിലും എവിടെയും നാല് ഭാഗത്ത് നിന്ന് ശത്രു വരുന്നോ എന്ന് നോക്കാൻ ഞാനല്ലേ അങ്ങയുടെ സംരക്ഷകനായിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയാണ് ചിലപ്പോൾ മുന്നിൽ കയറുന്നത്. അങ്ങനോട് വെറുക്കരുതേ നബിയേ. ഒരു ഘട്ടത്തിൽ ആ മല കയറി പോകുമ്പോ സിദ്ദീഖ് തങ്ങൾ പിന്നിലാണ്, അല്ലാഹുവിന്റെ റസൂൽ മുന്നിലാണ്. മുത്തുനബി അങ്ങനെ കയറി പോകുമ്പോ സിദ്ദീഖ് തങ്ങൾ പിന്നിൽ നിന്ന് കാണുന്നു കൽബ് പൊട്ടുന്ന ഒരു രംഗം, സഹിക്കാൻ കഴിയാത്ത ഒരു രംഗം. മുത്തുനബിയുടെ കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് അൽപാദത്തിൽ ഏതോ ഒരു കല്ല് തട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ കാലിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങുന്നു. മുത്തുനബിയുടെ കാലിൽ കല്ല് തട്ടിയിട്ട് രക്തം പൊടിഞ്ഞു വീഴുന്നത് സിദ്ദീഖ് തങ്ങൾ കണ്ടപ്പോ കൽബ് പൊട്ടി, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു, ഓടിച്ചെന്നു. എന്നിട്ട് മുത്തുനബിയെ വാരിയെടുത്തു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ നടക്കണ്ട, മുത്തുനബിയെ അങ്ങയുടെ കാലിൽ കല്ല് തട്ടിയിട്ടുണ്ട്, രക്തം കിനിയുന്നുണ്ട് നബിയെ, അങ്ങനെ നടക്കണ്ട നബിയെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പിന്നെ മലയുടെ ഏറ്റവും മുകൾ വരെ, ആ ഗുഹയുടെ ആ മുൻവശം വരെ അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങിയെടുത്ത് തോളത്തിട്ടുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങള് മുത്തുനബിയുടെ വാഹനമായിട്ടാണ് കയറിപ്പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഏറെക്കുറെ അഭിപ്രായക്കാരാണ്, പ്രായത്തിൽ വലിയ വ്യത്യാസമില്ല, ഒരു നാട്ടുകാരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോശനാണ്. സിദ്ദീഖ് തങ്ങളുടെ മോൾ ആയിഷയാണല്ലോ പ്രിയപ്പെട്ട ഭാര്യ. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് സ്വന്തം ജീവനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് ഒരു ആപത്തും പറ്റരുത്, മുത്തുനബിക്കൊരു വിഷമവും പറ്റരുത് എന്ന് ആഗ്രഹിച്ചത്. അങ്ങനെയാണല്ലോ മഹാന്മാര് മുഴുവനും. ഒരു സഹാബി ഉണ്ടായിരുന്നു, പൊന്നുമോൻ 13 വയസ്സ് മാത്രമാണ് പ്രായം. 13 വയസ്സ് മാത്രമാ പ്രായം. മാതാവും പിതാവും അവര് മുശ്രിക്കുകളാണ്, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. 13-കാരൻ മുത്തുനബിയെ കാണുമ്പോ റസൂലുള്ളാഹിന്റെ വഅദ് കേൾക്കുമ്പോ അങ്ങനെ ഇസ്ലാമിലേക്ക് ആകർഷനായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു. ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹം പറഞ്ഞു. മുത്തുനബി തിരിച്ചയച്ചു, മോനെ, നീ ചെറുപ്പമാണ്, നീ ഇളം പ്രായത്തിലാണ്, നിന്നെ സംരക്ഷിക്കാൻ ആളുണ്ടാകൂല, നിന്റെ മാതാപിതാക്കൾ നിന്നെ ആക്രമിച്ചാൽ നിനക്ക് സഹിക്കാൻ കഴിയൂല. പലവട്ടം പറഞ്ഞയച്ചു, പിന്നെയും വന്നു. അവസാനം മഹാനായ തൽഹത്ത് ഇബ്നുൽ ബറാഅ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ് എപ്പോഴും. പ്രായം വളരെ കുറവാണ്, വല്ലാത്ത ആവേശമാണ് ഏത് കാര്യത്തിനും. എപ്പോഴും മുത്തുനബിയുടെ കൂടെയാ, മുത്തുനബിയുടെ ആദ്യമായിട്ട് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു. യുഖബ്ബിലു യദൈഹി വരിജലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ചുംബിക്കും. ചിലപ്പോൾ റസൂലുള്ളാഹിന്റെ കാലിൽ ചെന്ന് ചുംബിക്കും. മുത്തുനബിയെ കെട്ടിപ്പിടിക്കും. വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത ആദരവാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് മുർനി ബിമാ അഹ്ബബത വലാ അഅസി ലക അംറാ. മുത്തുനബിയെ, അങ്ങേക്ക് എന്ത് ഇഷ്ടമുള്ള എന്ത് കാര്യവും എന്നോട് കൽപ്പിച്ചോളൂ, ഞാനത് ചെയ്യും. എന്ത് കൽപ്പിച്ചാലും അങ്ങേക്ക് ഇഷ്ടമുള്ളത്, അങ്ങേക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള എന്ത് കാര്യം എന്നോട് കൽപ്പിച്ചാലും അങ്ങേക്ക് എതിര് ചെയ്യാതെ ഞാനത് നിറവേറ്റാം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, തൽഹ ഉറപ്പാണോ? അതേ മുത്തുനബിയെ. റസൂൽ പറഞ്ഞു, നിന്റെ പിതാവ് എന്റെ ശത്രുവാണ്,
നിന്റെ പിതാവ് എന്റെ ശത്രുവാണ്, മുസ്ലിമാണ്, മുസ്ലിക്കാണ്, അതുകൊണ്ട് ഇദ്ഹബ് ഫഖ്തുൽ അബാക്, നീ പോയിട്ട് നിന്റെ പിതാവിനെ കൊല്ലണം. തൽഹാ, ഇത് കേൾക്കേണ്ട താമസം മുത്തനബിയുടെ മുന്നിൽ നിന്ന് വാണം വിട്ടതുപോലെ ഓടുകയാണ് ബഹുമാനപ്പെട്ട തൽഹത്ത് ഇബ്നുൽ ബറാ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പോഴേക്ക് വിളി കേൾക്കാ ദൂരത്തേക്ക് ഓടി. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, കേൾക്കുന്നില്ല. സഹാബത്തിനെ പുറകെ പറഞ്ഞയക്കുന്നു, സഹാബത്ത് പുറകെ ഓടുന്നു. തൽഹാ, പ്രിയപ്പെട്ട തൽഹാ, വിളി കേൾക്കുന്നില്ല, വിളിക്കുത്തരം ചെയ്യുന്നില്ല. പ്രിയപ്പെട്ട തൽഹാ, മുത്തനബി നിന്നെ വിളിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, റസൂൽ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ഓട്ടം നിർത്താതെ ഓടുന്ന ഓട്ടത്തിൽ വിളിച്ചവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്നെ വലിയൊരു കാര്യത്തിന് പറഞ്ഞയച്ചതാ, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് ഞാനത് നിറവേറ്റാൻ പോവുകയാണ്, എനിക്ക് നിൽക്കാൻ നേരമില്ല. അപ്പൊ പറഞ്ഞു, തൽഹാ, റസൂലുള്ളാഹിയാണ് നിന്നെ തിരിച്ചു വിളിക്കുന്നത്, മുത്തുനബിയാണ് നിന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ നിന്നു. എന്നിട്ട് ചോദിച്ചു, റസൂൽ തിരിച്ചു വിളിച്ചോ? അപ്പൊ റസൂൽ എന്ന് ഒരു കാര്യത്തിന് ഏൽപ്പിച്ചതാണല്ലോ, മുത്തുനബി തിരിച്ചു വിളിക്കുന്നു, മോനെ ഉടൻ വരണം. തിരിച്ചു ചെന്നു. അല്ലാഹുവിന്റെ റസൂലേ, എന്തേ അങ്ങ് തിരിച്ചു വിളിച്ചത്? അപ്പൊ പറഞ്ഞു, തൽഹാ, എന്താ നീ മനസ്സിലാക്കിയത്? ഞാൻ കുടുംബബന്ധം മുറിക്കുന്നവനാണെന്നാണോ നീ കരുതിയത്? ഞാൻ ഖാതിഉർ റഹിം, കുടുംബബന്ധം തകർക്കുന്നവനാണെന്നാണോ നീ കരുതിയത്? നിന്റെ സ്വന്തം പിതാവിനെ നിന്നെ തന്നെ കൊല്ലാൻ ഏൽപ്പിക്കുന്ന അത്ര വലിയ ക്രൂരനാണ് ഞാനെന്ന് കരുതിയോ? മുത്തുനബിയെ, അതൊന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് ഇഷ്ടം അങ്ങയുടെ ഇഷ്ടമാണ്, അങ്ങയുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് ഏറ്റെടുത്തു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പോയത് എന്റെ പിതാവിന്റെ തല കൊയ്തു കൊണ്ടുവരാനാ. എന്റെ പിതാവിന്റെ തല കൊയ്തു കൊണ്ടുവന്നാൽ പിന്നെ അങ്ങനോട് കൽപ്പിക്കുകയാണ്, ഇനി നിന്റെ ഉമ്മയുടെ തല കൊണ്ടുവരണം, അതും ഞാൻ വെട്ടിക്കൊണ്ടുവരും നബിയേ. എന്റെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എനിക്ക് ഏറ്റവും വലുത് അങ്ങാണ് ഹബീബേ. സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൽഹാത്ത് ഇബ്നുൽ ബറാ രോഗിയായി മദീനത്തെ ഖുബായിലായിരുന്നു താമസിച്ചിരുന്നത്. ഖുബായിലായിരുന്നു വീട്. ആനായ തൽഹാ റളിയല്ലാഹു തആല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രോഗം ബാധിച്ചു. മുത്തുനബി അറിഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട തൽഹാ രോഗിയാണ്, രോഗത്തിന് കിടപ്പിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും കാണാൻ ചെന്നു. ഒരു ദിവസം കാണാൻ ചെന്നപ്പോ രോഗം കലശലായി, വളരെ രോഗം മൂർച്ഛിച്ചു പോയിട്ടുണ്ട്. മുത്തുനബി ചെന്നപ്പോൾ ബോധമില്ലാതെ കിടപ്പിലാണ്. രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ബോധമില്ലാതെ കിടപ്പിലാണ്. അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന തൽഹയുടെ മുടിയിഴകളിലൂടെ തലോടി അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു. മുത്തുനബി തിരിച്ചു വന്നു. റസൂലുള്ളാഹിന്റെ സംസാരത്തിൽ തന്നെ കുടുംബത്തിന് ആശങ്കയുണ്ട്. കാരണം ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി, തൽഹാ, പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്. അതിനിടക്ക് ആ മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവും പിതാവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. ഉമ്മയും ഉപ്പയും സഹാബിമാരായി തീർന്നിരുന്നു. കുടുംബം മുഴുവനും ദീനുൽ ഇസ്ലാം സ്വീകരിച്ചവരായി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മടങ്ങി. മഹാനായ തൽഹാ റളിയല്ലാഹു തആല അന്ന് വൈകുന്നേരമായപ്പോ ബോധത്തിൽ നിന്നുണർന്ന ഉടനെ ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിവരം എന്താണ്? മുത്തുനബിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, എന്റെ രോഗത്തിന്റെ കാര്യം എന്താണെന്നല്ല, ഈ രോഗം മാറുകയില്ലേ എന്നല്ല, അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ വിശേഷമല്ല. ബോധത്തിൽ നിന്ന് ഉണർന്ന ഉടനെ അറിയേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന് വിഷമമൊന്നുമില്ലല്ലോ, മുത്തുനബിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞപ്പോ പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ റസൂൽ വന്നിരുന്നു, രാവിലെ വന്നിരുന്നു മോനെ നിന്നെ കാണാൻ. റസൂലുള്ളാഹിന്റെ ഈ തലയിലൂടെ തലോടി നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ റസൂൽ ഈ വീട്ടിൽ വന്നിരുന്നു മോനെ. മഹാനായ തൽഹാ റളിയല്ലാഹു തആല സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്, മുത്തുനബി വന്നല്ലോ, മുത്തുനബി എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞ വാക്ക് ഉമ്മയോട് ഉപ്പയോട് പറഞ്ഞു, ഉമ്മ ഉപ്പ, ഫൈദാ അന മിത്തു ഹാദിഹിൽ ലൈല
ഉമ്മ ഉപ്പ ഇന്നത്തെ രാത്രി എങ്ങാനും ഞാൻ മരിച്ചാൽ, ഈ രാത്രിയിൽ ഞാൻ മരണപ്പെട്ടാൽ, ഇന്നത്തെ ഈ രാത്രി ഞാൻ മരണപ്പെട്ടാൽ, നേരത്തെ അറിഞ്ഞതുപോലെ മരിച്ചാൽ ഉടൻ തന്നെ പെട്ടെന്ന് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണേ. മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം. പെട്ടെന്ന് പതുപനോനേ താമസിപ്പിക്കാതെ എന്നെ പെട്ടെന്ന് കബറടക്കം ചെയ്യണം. വലാ തദഊ റസൂലല്ലാഹ് ഫീ ഹാദിഹി സഅ, ഈ രാത്രി സമയത്ത് മുത്ത് നബിയെ നിങ്ങൾ വിളിച്ചു വരുത്തരുത്, റസൂലുള്ളാഹിനെ വിളിച്ചു വരുത്തരുത്. സാധാരണ ഏത് സ്വഹാബിമാരും വസിയത്ത് ചെയ്യാറുള്ളത് മരിച്ചാൽ ആദ്യം റസൂലുള്ളാഹിനെ അറിയിക്കണം, മുത്ത് നബിയെ നിങ്ങൾ കൊണ്ടുവരണം, റസൂലുള്ളാഹിനെ ഇമാമത്ത് നിർത്തിയിട്ട് മയ്യത്ത് നിസ്കാരം നടക്കണം, റസൂലുള്ളാഹിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, റസൂലുള്ളാഹി എന്റെ മയ്യത്ത് വന്ന് കാണണം. അത് ആഗ്രഹിക്കുന്നവരാ സ്വഹാബിമാര്. പക്ഷേ മഹാനായ തൽഹ പറഞ്ഞു, റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കരുതേ, റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കരുതേ, റസൂലുള്ളാഹിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. അതിന് കാരണം പറഞ്ഞു, കാരണം ഞാൻ പേടിക്കുന്നത് മദീനത്ത് നിന്ന് ഖുബായിലേക്ക് രാത്രി എങ്ങാനും മുത്തുനബി പുറപ്പെട്ടാൽ വഴി അത്ര നല്ല വഴിയല്ല, പരുക്കൻ വഴികളാണ്, ഇടജന്തുക്കൾ, വിഷജീവികൾ, പാമ്പുകളും തേളുകളുമുള്ള വഴിയാണ്. ഏതെങ്കിലും വിഷജന്തുക്കൾ മുത്തുനബിക്ക് ആപത്തുണ്ടാക്കിയാലോ, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാലോ, അത് മാത്രമല്ല പാത്തും പതുങ്ങിയും മുത്തുനബിയെ തകർക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ, ദൂതന്മാര്, യഹൂദികളുണ്ട്. വഇന്നീ അഖാഫു അലൈഹിൽ യഹൂദ്, ആ ദൂതന്മാരികൾ, ദൂതന്മാര് മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയാണ്. എന്റെ മയ്യത്ത് കാണാൻ വന്നതിന്റെ പേരിൽ, എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ വന്നതിന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ കാലിൽ ഒരു മുള്ളോ കല്ലോ തറക്കുന്നത് പോലും എനിക്ക് പൊരുത്തമുള്ള കാര്യമല്ല. അതുകൊണ്ട് മുത്തുനബിയെ നിങ്ങൾ ഈ രാത്രി പ്രയാസപ്പെടുത്തരുത്. മറിച്ച് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് നേരം പുലർന്നാൽ നിങ്ങൾ നേരം പുലർന്ന് മുത്തുനബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം, സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. പിന്നെയോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും എനിക്ക് വേണ്ടി പൊറുക്കൽ തേടാനും മുത്തുനബിയോട് പറയണം, എന്റെ വസിയത്ത് ഏൽപ്പിക്കണം. അത് മതി, റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തരുതേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തന്നെ സംഭവിച്ചു. ആ രാത്രി മരണപ്പെട്ടു. വസിയത്ത് പോലെ കാര്യങ്ങൾ ചെയ്തു. മുത്തുനബിയോട് ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട വഫാത്തായി പോയി. അല്ലാഹുവിന്റെ റസൂലിനെ രാത്രി വിളിച്ചു കൊണ്ടുപോകാത്ത കാരണം അറിയിച്ചു. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, റബ്ബേ اللهم ألق طلحة تضحك إليه ويضحك إليك يا رب العالمين. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട തൊൽഹയെ നീ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ലിഖാ, നിന്റെ കാഴ്ച വളരെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് എന്റെ തൊൽഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ആ തൊൽഹയെ ചിരിപ്പിച്ചുകൊണ്ട്, ആ തൊൽഹ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിന്റെ ലിഖാ അനുഭവിക്കുകയും വേണം റബ്ബേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ജീവനേക്കാൾ മുത്തുനബിയെ സ്നേഹിച്ചവർ, സ്വന്തം താല്പര്യങ്ങളെക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചവർ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, റബ്ബേ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്ത്. എന്തിനാ അങ്ങനെ ദുആ ചെയ്തത്? തോട്ടത്തിന്റെ ഉടമയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ വാർത്ത, മുത്തുനബി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന മരണത്തിന്റെ വാർത്ത മകനാണ് വന്നറിയിക്കുന്നത്. ഉപ്പ ഈത്തപ്പന തോട്ടത്തിന് മൺവെട്ടി കൊണ്ട് കിടച്ചു മറിക്കുകയാണ്. ഓടി വരുന്ന മകൻ, ഉപ്പാ യാ അബത്തേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാ, സങ്കടകരമായ ഒരു വാർത്ത പറയാനാണ് ഞാൻ വരുന്നത്. എന്താണ് മോനെ? തൂഫിയ റസൂലുള്ളാഹ്. സഹിക്കാൻ കഴിയാത്ത സങ്കടത്തിന്റെ വാർത്ത മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞു. ഉപ്പാ, കയ്യിലുള്ള
മൺവെട്ടി താഴെ വെച്ചുകൊണ്ട് രണ്ട് കയ്യും ആകാശത്തേക്ക് ഉയർത്തി അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബേ അല്ലാഹുമ്മ അദ്ഹിബ് ബസരി, അല്ലാഹുമ്മ അദ്ഹിബ് ബസരി, പടച്ചവനെ എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഇതൊരു കാഴ്ചയും കാണണ്ട, ഇനി എനിക്കൊരാളെയും കാണണ്ട. മുത്തുനബിയെ എനിക്കിനി കാണാൻ കഴിയില്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന എന്റെ ഹബീബിനെ ജീവനോടെ എനിക്ക് കാണാൻ കഴിയില്ലെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഇനി സ്വർഗത്തിൽ വെച്ച് മുത്തുനബിയെ കണ്ടാൽ മതി, ഒരാളെയും കാണണ്ട, ഒരു കാഴ്ചയും വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തണേ അല്ലാഹ്. മുഖം തടവിയതോടുകൂടെ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു കാഴ്ച നഷ്ടപ്പെട്ട അന്തന്റെ കൈപിടിച്ചു കൊണ്ടുവരുന്നത് പോലെ ആ ഈത്തപ്പനത്തോട്ടത്തിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് മകൻ കൊണ്ടുവരുമ്പോൾ രുടെ സ്നേഹത്തിന്, സഹാബത്തിന്റെ സ്നേഹത്തിന് പരിധി ഉണ്ടായിരുന്നില്ല, അവരുടെ പെരുമാറ്റങ്ങൾക്ക് പരിധി ഉണ്ടായിരുന്നില്ല. പറയുന്ന വഴിമധ്യ നബി കണ്ടെന്നെ സല്ലല്ലാഹു, എനിക്കപ്പോഴാണെങ്കിൽ ജനാബത്തുണ്ട്, ഞാൻ മെല്ലെ നബിയിൽ നിന്നൊളിച്ചതുകൊണ്ട്. റസൂലുള്ളാഹിനെ കണ്ടു, മദീനത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വരുന്നു. അബൂ ഹുറൈറ അങ്ങോട്ട് പോകുമ്പോൾ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ ദൂരെ നിന്ന് കണ്ടപ്പോഴേക്ക് പെട്ടെന്ന് വഴിമാറി മറ്റൊരു വഴിക്ക് ഒളിച്ചു. റസൂലുള്ളാഹിക്ക് മുഖം കൊടുക്കാതെ, മുന്നിലേക്ക് ചെല്ലാതെ വഴിമാറി ഓടുകയാണ്, രക്ഷപ്പെടുകയാണ്. വീട്ടിൽ ചെന്ന് കുളിച്ച് വൃത്തിയായി മദീനത്തെ പള്ളിയിലേക്ക് വന്ന് മുത്തുനബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഞാൻ എപ്പോഴും ഏത് സഹാബിമാരും മുത്തുനബിയെ എവിടെ കണ്ടാലും ഓടിച്ചെന്ന് കൈപിടിച്ച് മുത്താറുണ്ട്, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ മുത്തുനബിയെ മറഞ്ഞത്, ഒളിച്ചത്, അവിടുന്ന് രക്ഷപ്പെട്ടത് മറ്റൊന്നും കൊണ്ടുമല്ല, എനിക്കപ്പോൾ ജനാബത്തുണ്ടായിരുന്നു, എനിക്കപ്പോഴാണെങ്കിൽ ജനാബത്തുണ്ട്, ഞാൻ മെല്ലെ നബിയിൽ നിന്നൊളിച്ചതുകൊണ്ട്. അശുദ്ധിക്കാരനായ നിലയിൽ, ജനാബത്തുകാരനായ നിലയിൽ അങ്ങയുടെ മുന്നിൽ വരിക, തിരുഹദറത്തിൽ ഒളിയും കഴിഞ്ഞുടനെത്തലായി നബിയെ എനിക്കപ്പോൾ ജനാബത്തുള്ളതായി ആ രീതിയിൽ നബിയോട് ഞാൻ അടുക്കാത്തതാ. അല്ലാഹുവിന്റെ റസൂലേ ഞാൻ മാറാൻ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ശുദ്ധി ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. പള്ളിയിൽ കയറാൻ, നിസ്കരിക്കാൻ, പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ, നിസ്കരിക്കാൻ വുളൂ വേണം, ശുദ്ധി വേണം. രണ്ട് വലിയ ചെറിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകണം. മുസ്ഹഫ് തൊടാൻ വുളൂ വേണം, ശുദ്ധി വേണം. പക്ഷേ മുത്തുനബിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ, റസൂലുള്ളാഹിന്റെ കൈപിടിക്കാൻ വുളൂ വേണം, ശുദ്ധി വേണം, നിയമമില്ല. എങ്കിൽ പോലും സഹാബത്ത് തീരുമാനിച്ചു അത് വേണം. വുളൂയോടുകൂടെ, ശുദ്ധിയോടുകൂടെ മുത്തുനബിയെ തൊടാൻ പാടുള്ളൂ, കൈപിടിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ച മഹാന്മാരായ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ബഹുമാനത്തിനും ആദരവിനും പെരുമാറ്റത്തിനും യാതൊരു പരിധികളും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് അഷ്റഫുൽ ഖൽഖാണ്, സാധാരണ ഒരു മനുഷ്യനല്ല, ഇത് എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും വലിയ നായകനാണ്. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ ദംബിഹി ബിക ഫാദ വഹുവ അബാക. നബിയെ അങ്ങേ കൊണ്ടാണ് ആദം നബി പോലും തവസ്സുൽ ചെയ്തത്. അബുൽ ബശർ ആദം നബി രക്ഷപ്പെട്ടത് അങ്ങേ കൊണ്ടാണ്. തവസ്സുൽ ചെയ്തിട്ട് വബികൽ ഖലീലു ദഅ ഫആദത് നാറുഹു ബർദൻ വഖദ് ഖമദത് ബിനൂരി സനാക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ആ ഏറ്റവും വലിയ മഹത്വം കിട്ടിയത് വെറുതെയല്ല. അതിന്റെ രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം മുത്തുനബിയുടെ നൂറ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്നു. നബിയെ അങ്ങേ കൊണ്ടാണ്
അങ്ങേ തവസ്സുൽ ചെയ്തിട്ടാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്. അപ്പോഴാണ് ഫഅദത്നാറുഹു വറദം വഖദ ഖമദത ബിനൂരി സനാക വദആക അയ്യൂബൻ ലിദുർരിൻ മസ്സഹു വഉസീല അൻഹു ദുർറ ഹീന ദആക. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗശമനത്തിന് കാരണം മുത്ത് നബിയെ അങ്ങാണ്. بك المسيح أتى بشيرا مخبرا بصفات حسنك مادحا علاك. ഈസാ നബി അലൈഹിസ്സലാം അങ്ങയുടെ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നവരാ, ഇനി അങ്ങയുടെ അനുയായിയായി മാറുന്നവരാ. സ്വതന്ത്ര നബിയാണ് ഈസാ നബി, സ്വന്തമായി കിതാബുള്ളവരാ ഈസാ നബി. ആ ഈസാ നബി ദുനിയാവിലേക്ക് മടങ്ങി വരുമ്പോ അങ്ങയുടെ ശരീഅത്ത് അങ്ങയുടെ ഖുർആൻ അനുസരിച്ചാണ് ഇവിടെ ഭരണം നടത്തുക. അങ്ങയുടെ അനുയായിയായിട്ടാ ജീവിക്കുക. അങ്ങയുടെ മദീന മുനവ്വറയിലാ ഖബറടക്കം ചെയ്യപ്പെടുക. വകദാക മൂസ ലം യദൽ മുതവസ്സിലാ ബിക ഫിൽ ഖിയാമത്തി മുർതദിൻ ലിനിദാക. മൂസാ നബി അലൈഹിസ്സലാം രാജാധിരാജനായ റബ്ബിന്റെ അർശിന്റെ തൂണ് പിടിച്ചുകൊണ്ട് റബ്ബിനോട് തവസ്സുൽ ചെയ്യുന്നത് മുത്ത് നബിയെ കൊണ്ടാണ്. മഹ്ശറയിൽ മൂസാ നബി തവസ്സുൽ ചെയ്യും, നബിയെ അങ്ങേ കൊണ്ട്. അംബിയാഉ വകുല്ലു ഖൽഖിൻ ഫിൽ വറാ വറുസുലു വൽ അംലാകു തഹ്ത ലിവാക. എല്ലാ സൃഷ്ടികളും എല്ലാ മലക്കുകളും എല്ലാ പടപ്പുകളും എല്ലാ നബിമാരും അങ്ങയുടെ പതാകയുടെ അങ്ങയുടെ കൊടിക്ക് പിന്നിലാണ്. കൂട്ടത്തിലെ സുന്ദരന്മാർ, അമ്പിയാക്കളുടെ കൂട്ടത്തിലെ സുന്ദരന്മാർ, ഏറ്റവും വലിയ സുന്ദരൻ യൂസുഫ് നബി, പിന്നെ മഹാനായ യൂസുഫ് നബി, മഹാനായ ഹൂദ് നബി. അമ്പിയാക്കളുടെ കൂട്ടത്തിലെ സുന്ദരന്മാരായ നബിമാർ, അവർക്ക് ഏറ്റവും വലിയ സൗന്ദര്യം കിട്ടിയത്, അവർക്ക് മനോഹരമായ ബഹാവും ജമാലും കിട്ടിയത് മുത്ത് നബിയെ അങ്ങയുടെ ഒളിവിൽ നിന്നാണ്, അങ്ങയുടെ പ്രകാശത്തിൽ നിന്നാണ്. അത് ഫുഖതയാ ത്വാഹ ജമീഅൽ അംബിയാ നൂറൻ ഫസുബ്ഹാനല്ലദീ സൗബാക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെക്കാളും ഔന്നത്യം നൽകി. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ നേതാവാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ നേതാവാണ്, നമ്മുടെ റസൂലാണ്. നമ്മൾ സലാം പറയാറുണ്ട്, നമ്മൾ ബൈത്ത് ചൊല്ലാറുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. നബിയെ മുത്തനബിയെ നേരെ വിളിച്ചുകൊണ്ട് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സ്വലാത്തും സലാമും. അൽഹംദുലില്ലാഹ്, രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. നമ്മൾ അസ്റഖ ബൈത്ത് ചൊല്ലുമ്പോ മുത്തുനബിയെ വിളിച്ച് സലാം പറയുമ്പോ ബഹുമാനത്തെ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. കാരണം നമ്മൾ വിളിക്കുന്നത് നേതാവിനെയാണ്, മണ്ണായിപ്പോയ ഒരാളെയല്ല. അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ നായകൻ, അവിടുത്തെ രാജകുമാരൻ, അവിടുത്തെ പരിശുദ്ധമായ ഖബർ ശരീഫിൽ മുഅ്മിനീങ്ങളെ മുത്തുനബി പഠിപ്പിച്ചത് നമ്മൾ സലാം പറയേണ്ടത് റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞതുപോലെ കേൾക്കും, മുത്തുനബി സലാം മടക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ റസൂലുള്ളാഹിനെ നേരെ വിളിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത്, അത് ഏറ്റവും വലിയ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ പദവിയെ മനസ്സിലാക്കിയിട്ട് അത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തേടലാണ്, റസൂലുള്ളാഹിന്റെ ശുപാർശ തേടലാണ്. അതിന് ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഏറ്റവും വലിയ അപകടകരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങനെ വിളിക്കുന്നത്, സലാം പറയുന്നത്, മുത്തുനബിയുടെ മൗലിദ് ഓതുന്നത്, അല്ലാഹുവിന്റെ റസൂല് മദീന മുനവ്വറയിൽ നമ്മെ കാണുന്നു, അറിയുന്നു, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു, കേൾക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന പ്രചരണം. നഊദു ബില്ലാഹ്, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈ
കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷം പൊടിപൊടിച്ചപ്പോ അതിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും പങ്കെടുത്തപ്പോ മുസ്ലിം സമുദായം ക്രിസ്മസ് ആഘോഷത്തിലും ഓണം ആഘോഷത്തിലും ന്യൂ ഇയർ ആഘോഷത്തിലും പങ്കെടുക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കുന്ന ആവേശത്തെക്കാൾ അല്ലെങ്കിൽ അതിനെതിരെ ക്യാമ്പയിൻ നടത്താത്തവർ ഈ പുണ്യമായ റബീഉൽ അവ്വലിന്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ അതിന്റെ മുമ്പേ തുടങ്ങി അല്ലാഹു റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെതിരെയുള്ള പ്രചാരണങ്ങൾ പ്രവർത്തനങ്ങൾ എന്തോ ഒരു വലിയ മഹാപാപം മുസ്ലിം സമുദായം ഒന്നിച്ചു ചെയ്യുന്നു എന്ന ഭീതിയോടെ അതിനെ വലിയ ബിദ്അത്തും ശിർക്കും കുഫറുമായി ചിത്രീകരിച്ചുകൊണ്ട് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റസൂലിനെ വിളിച്ചാൽ മുസ്ലിം കേൾക്കും അറിയും. അത് മഹാന്മാര് പഠിപ്പിച്ച രീതിയാ, സ്വഹാബത്ത് പഠിപ്പിച്ച രീതിയാ. അല്ലാഹു റസൂൽ അതിന് പരിഹാരം തരും. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എതിർക്കുന്ന കക്ഷികൾ പോലെ പലപ്പോഴും എടുത്ത് ഉദ്ധരിക്കുന്ന ഹദീസ് പണ്ഡിതനാണ് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു. ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം തബറാനി. അതോടൊപ്പം തന്നെ മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ ഹാഫിദ് ഇബ്നുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു. മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഹദീസുകൾ മനഃപ്പാഠമുള്ളവരാണ്. 1,00,000 ഹദീസെങ്കിലും മനഃപ്പാഠമുള്ളവർ. ഇന്ന് നമ്മൾ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരാ. അന്ന് മഹാന്മാരൊക്കെ എല്ലാവരും ഖുർആൻ മനഃപ്പാഠമാക്കിയവരാ. അപ്പൊ ആ ചരിത്രത്തിൽ ഹാഫിദുകൾ എന്നറിയപ്പെട്ടത് ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവർ. ഹാഫിദ് ഇബ്നുൽ മുഖരി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇസ്ബഹാനി റഹിമഹുല്ലാഹ്, 3 മഹാന്മാർ, വലിയ മഹാപണ്ഡിതന്മാർ. നാം തബറാനി ഉൾക്കൊള്ളുന്ന സംഘം പുണ്യമായ മദീനത്തേക്ക് സിയാറത്ത് ചെയ്തതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളെ വേഷം കൊണ്ട് തിരിച്ചറിഞ്ഞു. മഹാനവറുകൾ വാതിൽക്കൽ നിന്നു. എന്നിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ 3 പേരെ കണ്ടപ്പോ ഞങ്ങളെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ഉലാമാനി 2 പരിചാരകന്മാരുമുണ്ട്. അവരുടെ കയ്യിൽ കുഫത്തൈനി 2 വട്ടികൾ അവർ ചുമന്നിട്ടുണ്ട്. ആ 2 വട്ടികളിൽ ഫീഹിമാ ശൈഉൻ കസീർ, എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളാണ്. റൊട്ടിയും മറ്റു ഭക്ഷണ സാധനങ്ങളും പഴവർഗ്ഗങ്ങളും 2 വട്ടി നിറയെ അത് ചുമന്നുകൊണ്ട് 2 പരിചാരകന്മാരുടെ കൂടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരാൾ വിളിച്ചു. ഞങ്ങൾ വാതിൽക്കലേക്ക് ചെന്നു. ഞങ്ങളോട് സലാം പറഞ്ഞു. സലാം മടക്കി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ മുത്തുനബിയോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലെ ഇതാ ഇബ്നുൽ മുഖരി എന്ന പേരുള്ള ഇദ്ദേഹം മുത്തുനബിയോട് വിശപ്പിന്റെ പരാതി പറഞ്ഞു വന്ന ഉടനെ യാ റസൂലല്ലാഹ്, ഖബറിൽ കിടക്കുന്ന മുത്തുനബിയോട് വിശപ്പിന്റെ പരാതി പറയുന്നു. അപ്പൊ മഹാനവർ പറഞ്ഞു, അത് തന്നെ, ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ ഉറങ്ങാൻ കിടന്നു, ഉറക്കം കണ്ണിൽ പിടിച്ചിരുന്നു. ഞാനൊന്ന് മയങ്ങിയപ്പോ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. മുത്തുനബി എന്നോട് പറഞ്ഞു, നിങ്ങൾ മദീനക്കാര്, മദീനത്തെ അതിഥികൾ വന്നിട്ട് നിങ്ങളെന്താ സൽക്കരിക്കാത്തത്, ഭക്ഷണം കൊടുക്കാത്തത്? എന്നോട് റസൂലുള്ള പറഞ്ഞു, മദീനത്ത് വന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഇത് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഭക്ഷണവുമായി വന്നതാണ്. ഞാൻ കരുതി ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ പരാതി പറഞ്ഞിട്ടാണെന്ന്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ വിശപ്പടക്കിക്കോളൂ, ബാക്കിയുള്ള ഭക്ഷണം നിങ്ങളെ യാത്രയ്ക്ക് ഉപയോഗിച്ചോളൂ. 2 വട്ടി നിറയെ ഭക്ഷണ സാധനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അവരോട് വസിയത്ത് ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ മഹാന്മാർ, അംഗീകരിക്കപ്പെട്ട ചരിത്രകാരന്മാർ, ബഹുമാനപ്പെട്ട ഹാഫിദുൽ ദഹബി സിയറു അലാമിൻ നുബലാ, ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്ന 16-ാമത്തെ വാള്യം 400-ാമത്തെ പേജ്, എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഉൽപ്പതിഷ്ണുക്കളായ ബിദ്അത്തുകാർ പോലും അംഗീകരിക്കുന്നയാളാണ്. കാരണം ഇബ്നു തൈമിയയുടെ ശിഷ്യൻ കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, അവരെ പോലും രേഖപ്പെടുത്തി വെച്ച പ്രാമാണികമായ ചരിത്രം ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ അതിൽ പരിഹാരം കിട്ടിയത് നേർക്കുനേരം ഉടൻ പരിഹാരം കണ്ടത് ദുന്യവിയായ പരിഹാരം, ഉഖ്റവിയായ പരിഹാരം, എല്ലാത്തിനും പരിഹാരം കണ്ടു. മഹാന്മാരങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ മുത്തുനബിയെ മനസ്സിലാക്കാൻ
നമ്മൾ ഇപ്പോഴും പ്രഖ്യാപിച്ചല്ലോ ബാങ്ക് വിളിച്ചപ്പോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷിയാണ്. എന്തിനാണ് സാക്ഷി? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് ആയിരുന്നോ ചരിത്രം പറയലല്ല. 1400 കൊല്ലം മുമ്പ് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, 63ാമത്തെ വയസ്സിൽ മരണപ്പെട്ട്, അങ്ങനെ 23 കൊല്ലം നുബുവത്തിന്റെ പട്ടമുള്ള നുബുവത്തുള്ള റിസാലത്തുള്ള ഒരാളായിരുന്നു എന്ന ചരിത്രം പറയുകയല്ല. മുത്തുനബി അല്ലാഹുവിന്റെ റസൂലാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. റസൂലുള്ളാഹിയാണ് നമ്മുടെ നേതാവ്. മദീനത്ത് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ സ്വലാത്തുകൾ അറിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മദഹിന്റെ ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളുടെയും ബറക്കത്തുകൊണ്ട് പടച്ച റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു തആല അലൈഹി സയ്യിദനാ മുഹമ്മദ് വഅലിഹി വസല്ലം അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.